ഉസ്താദുമാർ, മഹല്ല് ഭാരവാഹികൾ, പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുഅ്മിൻ മുഅ്മിനാത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ആഖിറത്തിലെത്തുമ്പോൾ നന്മയുടെ തട്ടിൽ വലിയ ഭാരമുള്ള ഒരു അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. അവസാന ശ്വാസം അല്ലാഹ് എന്നൊരുവിട്ടാവാൻ ഈ സദസ്സ് അല്ലാഹു ഒരു സബബായി കബൂൽ ചെയ്യുമാറാവട്ടെ. വളരെ കുറഞ്ഞ സമയം പ്രധാനപ്പെട്ടത് എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുന്ന ചില ആശയങ്ങൾ പങ്കുവെച്ച് ഞാൻ അവസാനിപ്പിക്കാം. വിശുദ്ധ ഖുർആനിൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം പറയുന്നിടത്ത് നമ്മൾ എന്തായി തീരണം എന്ന ആശയം ബോധ്യപ്പെടുത്തുന്നിടത്ത് പറഞ്ഞ ഒരു ആയത്താണ് വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. നിങ്ങൾക്ക് ഞാൻ നൽകിയ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പരലോകത്തെ വിജയം നേടാൻ, സ്വർഗം നേടാൻ അധ്വാനിക്കണം. നമുക്ക് ഈ ലോകത്ത് എന്തെല്ലാം അനുഗ്രഹങ്ങളാണോ അല്ലാഹു തന്നത്, ആ അനുഗ്രഹങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നാളത്തെ വിജയം വാങ്ങാനാണ് ഒരു മുഅ്മിൻ എന്ന നിലയിൽ നമ്മൾ അധ്വാനിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ചിലർക്ക് സമ്പത്തുണ്ടാവും, മറ്റു ചിലർക്ക് സന്താനങ്ങളായിരിക്കും. കോമണായി മനുഷ്യർക്ക് ഉണ്ടാവുന്ന ചില അനുഗ്രഹങ്ങളെ ഇവിടെ ഒന്ന് പരാമർശിച്ച് ആ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് സ്വർഗം വാങ്ങേണ്ടത് എന്നതുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം കൺക്ലൂഡ് ചെയ്യാം. +2 കൊമേഴ്സ് ആണെങ്കിൽ പലരും ഫൈൽഡ് ആവണത് അക്കൗണ്ടൻസി ആൻഡ് ബിസിനസ് സ്റ്റഡി അല്ലെങ്കിൽ ഇക്കണോമിക്സ് എന്നതുപോലെ മനുഷ്യ ജീവിതത്തിൽ അധികവും ഫൈൽഡ് ആവുന്നത് രണ്ട് കാര്യങ്ങളിലാണ്. അതാണ് നിഅമത്താനി മഖ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സുഹ്ഹത്തു വൽ ഫറാഗ് എന്ന് പറഞ്ഞു. അധിക മനുഷ്യരും പരാജിതരാവുന്നത് രണ്ടു കാര്യങ്ങളിലാണ്. ഒന്ന് അസ്സുഹ ആരോഗ്യം, രണ്ട് വൽ ഫറാഗ് ഫ്രീ ടൈം. ലോകത്ത് ഒരു മനുഷ്യൻ പരാജയപ്പെട്ട് നരകത്തിലെത്തുന്നത് കണക്കെടുത്തു നോക്കിയാൽ 90% പരാജയപ്പെട്ടു പോയതിന്റെ കാരണം സമയം വേണ്ട പോലെ ഉപയോഗിക്കാത്തതുകൊണ്ടും ആരോഗ്യകാലം ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താത്തത് കൊണ്ടും ആയിരിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രണ്ട് അനുഗ്രഹങ്ങളെ തന്നെ പ്രത്യേകം പറയാൻ കാരണം. അപ്പൊ നിങ്ങൾ ന്യൂ ജനറേഷൻ എന്ന് വിളിക്കുന്ന കുട്ടികളോട് തന്നെ നിങ്ങൾ എപ്പോഴാ മക്കളെ കൂടുതൽ തെറ്റ് ചെയ്തു പോകുന്ന സമയം എന്ന് ചോദിച്ചാൽ അവർ പറയും രാത്രിയാണ്. എന്താ കാരണം? രാത്രിയാണ് ഫ്രീ ടൈം ഉള്ളത്. 8:30 കടന്നാലും 12:35 ലാസ്റ്റ് സീൻ അല്ലെങ്കിൽ 1:36 ആയിരിക്കും. അതുവരെ സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ ആയിരിക്കും. അതാണ് ഫ്രീ ടൈം കൂടുതൽ ഉണ്ടാവുമ്പോഴാണ് പരാജയം ഒരാളിൽ ഉണ്ടാവുക. അപ്പൊ അധികം മനുഷ്യരും തോറ്റുപോകുന്നത് സമയം വേണ്ട പോലെ ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. ഇവിടെ 4 അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പറയണം എന്ന് കരുതുന്നത്. ഒന്ന് സമയം, മറ്റൊന്ന് ആരോഗ്യം, വേറൊന്ന് സമ്പത്ത്, മറ്റൊന്ന് മക്കൾ. ഈ 4 അനുഗ്രഹങ്ങൾ നമ്മുടെ ക്യാപിറ്റലാണ്, മൂലധനമാണ്. ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാ സ്വർഗം വാങ്ങുക എന്നുള്ളതാണ് ഈ സെഷൻ കൊണ്ട് നമ്മൾ പഠിക്കേണ്ടത്.
ഈ പ്രഭാഷണം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇല്ല. അടിപൊളി ഉപ്പര് പറയേണ്ടത് തന്നെയാ പറഞ്ഞത്. മാഷാ തബാറക്കല്ലാഹ്. ദയവ് ചെയ്തിട്ട് വേണ്ട. മറിച്ച് ഈ പറയുന്ന 4 കാര്യങ്ങളോട് ഞാൻ എൻ്റെ ഒരു നിലപാട്, എൻ്റെ അപ്രോച്ച് എങ്ങനെയാണ് എന്നുള്ളത് നമ്മളോട് ഒരു ഹൃദയത്തിലേക്ക് സെൽഫി എടുത്തിട്ട് ഒരു ചോദ്യം ചോദിക്കും. ഞാനും സമയം തമ്മിൽ എന്താ ബന്ധം? സമയം എത്രയായി എന്ന് നോക്കാൻ വേണ്ടി ഫോൺ എടുക്കും. പിന്നെ സമയം പോയത് അറിയാത്ത കാലത്താണ് നമ്മൾ ജീവിക്കണം. ഒരു ദിവസം 86,400 സെക്കൻഡ് ഉണ്ട്. അതിന്റെ മലയാളമാണ് 24 മണിക്കൂർ. 2 സെക്കൻഡ് മതി ഒരു സുബ്ഹാനല്ലാഹ് എല്ലാം. സുബ്ഹാനല്ലാഹ് 2 സെക്കൻഡേ ഉള്ളൂ. ഒരു സുബ്ഹാനല്ലാഹ് എല്ലാം സ്വർഗത്തിൽ മരം ലഭിക്കും. സ്വർഗത്തിൽ മരം കിട്ടും എന്ന് പറഞ്ഞാൽ നരകത്തെ കടത്തിയിട്ട് മരത്തിന്റെ മാങ്ങയും ചക്കയും കൊടുത്തേക്കലല്ല, സ്വർഗം കിട്ടുമെന്നാണ് അതിന്റെ അർത്ഥം. ഈമാനോടെ മരിക്കുന്നതാണ് അതിന്റെ അർത്ഥം. സ്വർഗത്തിൽ ഒരു കാര്യം ലഭിക്കും എന്ന് ഏത് ഹദീസിൽ വന്നിട്ടുണ്ടെങ്കിലും അതിനർത്ഥം ഈമാനോടെ മരിക്കും എന്ന് കൂടിയാണ്. അപ്പൊ ഒരു സുബ്ഹാനല്ലാഹ് എല്ലാം 2 സെക്കൻഡ്. വേറൊരാളുടെ സ്റ്റാറ്റസ് നോക്കാൻ വേണ്ടത് 30 സെക്കൻഡ് ആയിരുന്നു. ഇപ്പൊ സ്റ്റാറ്റസിന് ദീർഘായുസ് കിട്ടിയതുകൊണ്ട് 1 മിനിറ്റിലേക്ക് വാട്സപ്പ് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 30 സ്വർഗമരങ്ങൾ വാങ്ങാൻ നമുക്ക് കഴിയും. 30 എണ്ണം. അങ്ങനെ എത്ര സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പാഴാവുന്നുണ്ട്. സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ സ്വർഗത്തിൽ മരം ലഭിക്കും എന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഹാഫിള് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി തന്റെ ഹിഫ്ളുൽ ഉംറ എന്ന കിതാബിൽ ചോദിക്കുന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇങ്ങനെയാണ്: ഈ ഓഫർ കണ്ട, കേട്ട, പഠിച്ച ഒരാൾ എങ്ങനെയാണ് ജീവിതത്തിൽ സമയം കളയാ? ഒരു ബുദ്ധിമാൻ എങ്ങനെയാ സമയം കളയാ? ഒരാൾ സൗദിയിലെ നിതാഖത്തിന്റെ പ്രശ്നം കൊണ്ടോ ഒമാനിലെ സ്വകാര്യവൽക്കരണത്തിന്റെ പ്രയാസം കൊണ്ടോ നാട്ടിൽ അയാളുടെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തി. അയാൾക്കാണെങ്കിൽ അത്യാവശ്യം പെങ്ങളെ കെട്ടിച്ചുള്ള ബാധ്യതയുണ്ട്. അയാളോട് ഈ നാട്ടിൽ ഒരു വലിയ ഹാജിയാര് പറയാണ്, നിനക്ക് ജോലിയൊക്കെ നഷ്ടപ്പെട്ട് വലിയ ടെൻഷനിലാണെന്ന് പറയണ്ടല്ലോ, പ്രയാസപ്പെടേണ്ടതില്ല. ഈ എന്റെ വീട്ടിൽ വലിയൊരു ഗാർഡൻ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് മുറ്റത്ത്. അതിന് നീ ഒന്ന് പണിയെടുത്താൽ നിനക്ക് വേണ്ട വിധത്തിൽ ഞാൻ കൈകാര്യം ചെയ്തു തരാം. ഒരു ചെടി നട്ടാൽ 1000 രൂപ തരും എന്ന് ഹാജിയാര് പറഞ്ഞാൽ നമ്മൾ പറയും തള്ളാണ്, വെറുതെ ആണ്, അതൊന്നും ഉണ്ടാവില്ല. ശരിക്കും തരുവോടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര ചെടി നടും? അതിന്റെ ഇടയിൽ ടൈഗർ ബിസ്ക്കറ്റും ചായയും വേണ്ട, അവിലും പിന്നെ മറ്റേ ചായയും വേണ്ട, നാസ്ത വേണ്ട, ഉപ്മാവ് ഒന്നും വേണ്ട, നാസ്തയും വേണ്ട, ചായയും വേണ്ട, കടിയും വേണ്ട. എന്താ വേണ്ടാത്തത്? ആ സമയത്തല്ല ഓരോ ചെടി നട്ടിട്ട് 1000 രൂപ വാങ്ങാൻ. എന്നാൽ റസൂൽ പറയാ ഒരു സുബ്ഹാനല്ലാഹ് ഇല്ല സ്വർഗത്തിൽ മരം കിട്ടും. നമുക്ക് അതിലെന്താ ഒരു വിശ്വാസം വരാത്തത്? നമുക്കെന്താ അതിലൊരു ഈമാൻ കിട്ടാത്തത്? 10 ഖുൽഹുവല്ലാഹു സൂറത്ത് ഡെയിലി ഓതിയാൽ സ്വർഗത്തിൽ ഒരു വീട് കിട്ടുമെന്ന് മുസ്നദ് അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ആകെ വേണ്ടത് 2 മിനിറ്റ് 10 ഖുൽഹുവല്ലാഹു. 86,400 സെക്കൻഡ് ആണ് 24 മണിക്കൂർ. അതിൽ 2 മിനിറ്റ് മതി 10 ഖുൽഹുവല്ലാഹു ഓതാൻ. അതിന് നമുക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു. ആഖിറത്തിലെത്തിയാൽ ഒരു മനുഷ്യനും പറയാൻ കഴിയില്ല എന്ത് അല്ലാഹുവേ എന്താ ചെയ്യേണ്ടത് എന്നൊന്നും തിരുവാടില്ലാത്തോണ്ടാണ് ഞാൻ കാര്യമായിട്ട് ദുനിയാവിൽ ഇങ്ങനെ ഇൻസ്റ്റയില് റീൽസിൽ കൂടിയത്. എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് ഒരു മനുഷ്യനും പറയാൻ കഴിയില്ല. ഇസ്ലാമിൽ എന്തെല്ലാം കർമ്മങ്ങളുണ്ട്, ഇസ്ലാമിൽ എന്തൊക്കെ ഓഫർ ഉണ്ട്, ഇസ്ലാമിൽ എത്രമാത്രം പ്രതിഫലങ്ങളുണ്ട് നന്മക്ക്. അപ്പൊ നമ്മൾ ജീവിതത്തിൽ സമയം കളയുക എന്ന രോഗം ഒരാളിൽ ഉണ്ടെങ്കിൽ അതിനർത്ഥം അള്ളാഹുവിന്റെ സ്പെഷ്യൽ കൺസിഡറേഷൻ അയാൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ പരിഗണന നഷ്ടപ്പെട്ടാൽ ഉണ്ടാവുന്ന അടയാളങ്ങളിൽ 2 എണ്ണമാണ്. ഒന്ന് സമയം വെറുതെ കളയലും, മറ്റൊന്ന് മാതാപിതാക്കളുടെ ഇഷ്ടക്കേട് വാങ്ങലും. ഇത് രണ്ടും ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നും ഒരാൾക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം അള്ളാഹു അയാളോട് ഇഷ്ടം കുറഞ്ഞു വരുന്നുണ്ട്. പുതിയ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം സമയത്തിന് വിലയില്ല എന്നുള്ളതാണ്. സമയത്തിനൊരു പരിഗണന. അതിൽ നിന്നാണ് ബെസ്റ്റിയും ഇൻസ്റ്റാഡിയും ഒക്കെ വരുന്നത്.
എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ ഒരു 18, 19, 20 വയസ്സൊക്കെയുള്ള ആൺ പെൺകുട്ടികളിൽ ഏതെങ്കിലും ഒരാള് ഈ അടുത്തുള്ള കൂത്തുപറമ്പ്, ഇരിട്ടി, മട്ടന്നൂർ ഭാഗത്തുനിന്ന് വല്ല ആക്സിഡന്റിലും മരണപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക. ആഖിറത്തിലെത്തിയാൽ വായിക്കേണ്ടി വരുമല്ലോ ഏട്. ഈ ഏടെന്തിൽ എന്താ വായിക്കുക? 18ാം വയസ്സിൽ ആക്സിഡന്റിൽ മരിച്ചു, അതൊക്കെ എനിക്കറിയാം. പറയൂ. 15ാം വയസ്സിലാണ് പ്രായപൂർത്തിയായത്. 3 വർഷമാണ് ഭൂമിയിൽ ജീവിച്ചത്. 3 കൊല്ലം കൊണ്ട് ചെയ്തു തീർത്ത കർമ്മങ്ങൾ വൈകൂ. 1, 2,38,236 വീഡിയോസ് യൂട്യൂബ് റീൽസ് വഴി കണ്ടു. അതാണ് ഫസ്റ്റ് വൈകിയ. വേറെന്താ ഇപ്പൊ പിള്ളേർക്ക് വായിക്കാനുണ്ടാവുക? ക്രിസ്ത്യാനോ ബൂട്ട് കെട്ടണത്, മെസ്സി ബൂട്ട് അയക്കണത്. എത്തപ്പോ നമ്മുടെ തലക്ക് എന്താ പറ്റിപ്പോയത്? എന്താ നമുക്ക് പ്രശ്നം? എന്തിനാ നമ്മൾ സമയം കളയണത്? എന്താ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? ആർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്? ഏതെങ്കിലും ഒരാളുടെ ബൂട്ടിന്റെ അടിയിൽ പണയം വെക്കാനുള്ളതാണോ മുഅ്മിനീങ്ങളുടെ തലച്ചോറ് എന്ന് പറയുന്നത്? ആണോ? നിങ്ങൾ വെറുതെ ആലോചിച്ച് ഈ ഫാൻസും സെലിബ്രേറ്റഡ് ടീമും എന്നൊക്കെ പറയുന്ന കുട്ടികളെ, ഈ കുട്ടികളൊക്കെ ഈ മതിലിന്റെയോ മരത്തിന്റെയോ മേലെ പോയിട്ട് ഫ്ലക്സും കട്ടൗട്ടൊക്കെ കിട്ടണ്ടല്ലോ. ഈ കുട്ടി താഴെ ഇറങ്ങൂല ഒരു ദിവസം. എവിടെ താഴെ? ഈ മുറ്റത്തും ആ ഇന്റർലോക്കിലും അല്ല ഞാൻ ഉദ്ദേശിച്ചത്, കുറച്ചും കൂടി താഴെ 6 അടി മണ്ണില്. അന്ന് ആരാ നമ്മുടെ കൂടെ ഉണ്ടാവല്? നമ്മൾ ചെയ്ത കർമ്മങ്ങൾ. വേറെ ആരാ ഉണ്ടാവില്ല? കഫംപുടൊക്കെ കീശയില്ലാത്തോണ്ട് ഫോണും കൊണ്ടുപോകാൻ കഴിയില്ല. വലുതല്ല ചെറുതും കൊണ്ടുപോകാൻ കഴിയില്ല. ഒന്നും നടക്കൂല. അതുകൊണ്ട് നമ്മുടെ സമയത്തെ നമ്മൾ ബഹുമാനിക്കണം. അതാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. സമയം എന്ന് പറയുന്നത് വളരെ മൂല്യവത്തായ കാര്യമാണ്. അതിനെ ഏറ്റവും ക്രിയാത്മകമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരൊറ്റ സമയം നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ. യഥാർത്ഥത്തിൽ ഒരാൾ മരണപ്പെടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സമയം നഷ്ടപ്പെടുത്തിയത് ഓർത്തിട്ടുള്ള ടെൻഷനും ഇനി കുറച്ച് സമയം കിട്ടുമോ എന്ന വിചാരവുമാണ്. അതാണ് മരിക്കുന്ന സമയത്തുള്ള മൊമെന്റിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞത്. സൂറത്ത് നമ്മൾ വെള്ളിയാഴ്ച ഇമാം ഖത്തീബ് ഓതുന്ന സൂറത്തിൽ നമ്മൾ കേൾക്കാറുണ്ട്, ലൗലാ അഖർതനി. അസ്രായീൽ അലൈഹിസ്സലാം വന്നാ പറയുന്ന കമന്റ് ആണ്, ലൗലാ അഖർതനി, പ്ലീസ്, ജസ്റ്റ് പ്ലീസ്, ഒന്നെന്നെ റൂഹ് പിടിക്കാതെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാവോ? കുറച്ച് മീൻസ് 2 ദിവസം 2 ദിവസം തരാൻ കഴിയില്ല. എന്നാ ഒരു ദിവസം ഇല്ല, അല്ല 1 മണിക്കൂർ ഇല്ല, അരമണിക്കൂർ കിട്ടോ? ഇല്ല. 1 മിനിറ്റ് കിട്ടോ? ഇല്ല. അര മിനിറ്റ് കിട്ടോ? ഇല്ല. എന്നാ 1 സെക്കൻഡ് കിട്ടോ? ഇല്ല. എന്നാ അര സെക്കൻഡ് കിട്ടിയിട്ട് എന്താ വേണ്ടേ? അല്ല സുബ്ഹാനല്ലാഹ്ന്റെ സൂന്ന് ഇങ്ങോട്ട് തുടങ്ങാലോ. ഒരക്ഷരത്തിന് 10 കൂലി കിട്ടുമല്ലോ. അന്ന് ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, കുറച്ച് സമയം തരുമോ? ഇല്ല, കിട്ടൂല. അന്ന് നമുക്ക് മനസ്സിലാവും നമ്മൾ നഷ്ടപ്പെടുത്തിയ സമയങ്ങളുടെ വില. ഇനി ഒരാള് സ്വർഗത്തിലെത്തിയ ടെൻഷൻ അടിക്കൂല. അഥവാ ടെൻഷൻ ആവുന്നുണ്ടെങ്കിൽ ഒറ്റൊരു കാര്യത്തിലെ ടെൻഷൻ ആവുള്ളൂ, ദുനിയാവിൽ നഷ്ടപ്പെടുത്തിയ സമയത്തോർത്തിട്ട്. നരകത്തിലെത്തിയവർ ഏറ്റവും കൂടുതൽ ടെൻഷൻ ആവുന്ന കാര്യമാണ് സമയം നഷ്ടപ്പെടുത്തിയത് ഓർത്തിട്ട്. അതാണ് സൂറത്തു ഫാത്തിറിലുണ്ടല്ലോ, നരകക്കാരെ അല്ലാഹുവിനെ വിളിക്കുവത്രേ, റബ്ബനാ. എന്താടോ എന്നെ വിളിക്കുന്നത്? കുറെ സമയമല്ലോ, എന്താ കാര്യം? അഖ്രിജ്നാ, ഈ നരകത്തിൽ നിന്ന് എന്നെ ഒന്ന് പുറത്തെടുക്കാവോ? എന്തിന് പുറത്തെടുക്കോ? നഅമൽ സ്വാലിഹൻ, ഞാൻ നരകത്തിൽ നിന്ന് ദുനിയാവിലേക്ക് തിരിച്ചു പോയിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം റബ്ബേ എന്നവർ വിളിച്ചു പറയൂത്രേ. അതൊന്നും ഉണ്ടാവില്ല. നീ പണ്ടത്തെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ട്വിറ്ററും സ്നാപ്ചാറ്റിങ്ങും ഇതൊക്കെ തന്നെ നിനക്കുണ്ടാവും. നിന്റെ ജീവിതം റീൽസ് തന്നെ. പഴയ പൊട്ടങ്ങളി ഒന്നും ഞാൻ ചെയ്യൂല, ഞാൻ പുതിയ ജീവിതം നയിക്കാം. അപ്പൊ അള്ളാഹുവിന്റെ ചോദ്യം, അപ്പൊ പണ്ടത്തെ ഈ ബോധമൊന്നും വരാതിരുന്ന ഇപ്പൊ നരകത്തിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ മാത്രം ഞാൻ തിരിച്ചു പോയിട്ട് നന്നായിക്കോളാം എന്ന വിചാരം എന്താ കാരണം? അത് ഞാൻ എന്നെ പറ്റിയിട്ട് അറിയില്ലേ? എന്താ കാര്യം? ഞാൻ പെട്ടെന്ന് മരിച്ചുപോയ ഒരു ചങ്ങായിയാണ്. 28ാം വയസ്സിൽ ആക്സിഡന്റില്. പിന്നെ
പിന്നെ നന്നാവാന്നെല്ലാം വിചാരിച്ചതായിരുന്നു. പിന്നെ ആ പെണ്ണുങ്ങൾ എന്താ പറയണത്, ഞാൻ ആ പ്രസവ സംബന്ധിയായ രോഗത്തിൽ മരിച്ചു, അങ്ങനെ 30-ാം വയസ്സിൽ കാര്യമായിട്ട് നന്നാവേണ്ട കാലം കിട്ടിയിട്ടില്ലായിരുന്നു. ഓഹോ, പിന്നെ ഈ മോന്റെ വർത്താനം എന്താ, എനിക്ക് 21 വയസ്സേ ഉണ്ടായിട്ട് അപ്പം പിന്നെ പെട്ടെന്ന് മുങ്ങി മരിച്ചു പോയതാണ്. അങ്ങനെ അത് ശരി, കാര്യമായിട്ട് ആയുസ് കിട്ടിയിട്ടില്ല നന്നാവാൻ, ഇനി നല്ല ആയുസ് കിട്ടിയാൽ നന്നാവാം എന്നാണോ പറയണത്? അതെ അതെ. അപ്പോൾ അള്ള ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആ ചോദ്യത്തിന്റെ ഉത്തരം ഒരു മനുഷ്യന് പറയാൻ കഴിയില്ല. ആ ചോദ്യം എന്താ അറിയോ? അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. ഓ, വല്ലാത്ത ചോദ്യാ ചോദിച്ചേക്കണം. എന്താ സാറ് പറഞ്ഞത്? 28-ാം വയസ്സിൽ മരിച്ചുകൊണ്ട് കാര്യമായിട്ട് ഒന്നും നന്നാവാൻ പറ്റിയില്ല എന്ന ചോദ്യം വരുന്നുണ്ട്. അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. സ്വർഗ്ഗത്തിൽ ആയിരക്കണക്കിന് ആൾ 20 വയസ്സുള്ള ചെറുപ്പക്കാരുണ്ട്, പ്ലസ് 8 കൊല്ലം നിനക്ക് കിട്ടിയിട്ടില്ലേ? എന്നിട്ട് നീ എന്താ ചെയ്തത്? നന്നാവാൻ 28 വയസ്സൊന്നും വേണ്ട. എന്താ പറഞ്ഞേ? നന്നാവാൻ 28. മേഡം എന്താ പറഞ്ഞത്? 30-ാം വയസ്സിൽ മരിച്ചോണ്ടാണ് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയത്. എത്ര 20 വയസ്സുള്ള ഫാത്തിമ ആയിഷമാരതാ സ്വർഗത്തില്. ആ കാലം ഏതായാലും കിട്ടിയിട്ടില്ലേ? ഇല്ലേ? എന്നിട്ട് പ്ലസ് 10 കൊല്ലല്ലേ കിട്ടിയത്? എന്നിട്ട് വജാഅകുമുൻ നദീർ. ഈ ഉദാഹരണം പറയുന്ന സൂറത്ത് വിശദീകരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വെളുമ്പത്ത് മക്കാം ഉറൂസിൽ വയലും നടന്നിട്ടില്ലേ? എന്നിട്ടും ലാസ്റ്റ് സീൻ ടുഡേ 12:35 അല്ലേ? കിടക്കൂ അവിടെ. ലാസ്റ്റ് സീൻ ടുഡേ 12:35. അപ്പൊ നമ്മളെ ജീവിതത്തിൽ ഒരു മാറ്റം വരണം. ഈ പ്രഭാഷണത്തിന്റെയും ഫീഡ്ബാക്കുകൾക്കാണ് നമ്മൾ എനിക്ക് അതോർക്കുക. നല്ല പ്രസംഗം കേട്ടോ, പറയണ്ടോ തന്നെ പറഞ്ഞു കേട്ടോ. നമ്മളെ ജീവിതത്തിന് ഒരു ചേഞ്ച് വരുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. ഒരു സമയം വെറുതെ കളയൂല. നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ ഒരു തീരുമാനം എടുക്കുക, ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുക. കാലം വെറുതെ കളയരുത്. ഫേസ്ബുക്കിലും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ ചാനലുകളിലൊക്കെ എപ്പോഴും വിവാദങ്ങളും അടിപിടികളും കുഴപ്പങ്ങളും ഉണ്ടാവും. നമ്മൾ നമ്മുടെ ഖബർ വെളിച്ചാക്കാനുള്ള പണിയെടുക്കാനാണ് ഓരോ സമയത്തെയും ഉപയോഗപ്പെടുത്തുന്നത്. നിങ്ങൾ നോക്കൂ, മഹാനായ അബൂബക്കർ ബിൻ അയ്യാശ് റളിയല്ലാഹു അൻഹു വലിയ ഹദീസ് പണ്ഡിതനാണ്. ആ മഹാനവറുകൾ വഫാത്താവുമ്പോ അവരുടെ മകൾ ഇങ്ങനെ കരയുണ്ട്. മകളോട് ചോദിച്ചു, മോളെന്തിനാ കരയണത്? ഉപ്പാന അള്ളാഹു നരകത്തിൽ ഇടൂന്നെങ്ങാനും പേടിച്ചിട്ടാണോ കരയണത്? ആ പേടിയൊന്നും മോൾക്ക് വേണ്ടടാ. എന്താന്നറിയാം, ഉപ്പ ഈ റൂമിൽ നിന്ന് മാത്രം 18,000 ഖത്മുകൾ ഓതി തീർത്തിട്ടുണ്ട്. 25 കൊല്ലം ജീവിച്ചിട്ട് ഈ ബെഡിൽ ഒരു തെറ്റും ഉപ്പ ചെയ്തിട്ടില്ല. നമ്മളെ ബെഡ്റൂമിനോട് നമ്മൾ എന്നെ ചോദിച്ചു നോക്കുക, എന്താണ് കഥ? എന്താണ് കഥ? ഒരു 5 മിനിറ്റേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ബെഡ്റൂമിലേക്ക് വന്നാൽ നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എന്തായിരിക്കും? റസൂലല്ലേ വരുന്നത്, ബാക്കിയുള്ളവർക്കൊന്നും അറിയുന്നത് കണ്ടാൽ ഒറ്റയടിക്ക് പറയാൻ കഴിയുമോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് സംശയം ഉണ്ടാവും. മുത്തുനബിയുടെ കണ്ണിന് ഭയങ്കര കഴിവല്ലേ. ആ തങ്ങൾ വന്നിട്ട് നമ്മളെ ബെഡ്റൂമിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥകൾ ആലോചിച്ചു. റസൂൽ തിരിച്ചു പോകുമ്പോൾ നമുക്ക് സന്തോഷമായിരിക്കും, ടെൻഷനാവോ? നമ്മളെ ബെഡ്റൂമിന് നമ്മൾ വെറുതെ നമ്മൾ ആലോചിച്ചു. മഹബത്തും ഇഷ്കൊക്കെ പാടിയാൽ മതി. അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് പഴിയണ്ടേ? പുറത്തറിഞ്ഞാൽ വഷളാവുന്ന തെറ്റ് രഹസ്യ ജീവിതത്തിൽ ഒരാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടൽ പ്രയാസാണെന്ന ഇമാം ഷാറാനി തന്റെ ലവാഖിൽ പറഞ്ഞത്. അല്ലാതെ അശഫാഅത്ത് ഹബലനാന്ന് 5 രീതിയിൽ ചൊല്ലിയാ കിട്ടുന്നതാണ് ശഫാഅത്ത് എന്ന് ഈ ഓൺലൈൻ കാലത്ത് നമുക്ക് വിചാരപ്പെട്ട ഒരു ലിബറൽ ലോകത്തെ ചിന്താഗതിയായി പോകുന്നത്. അങ്ങനെ രണ്ടൂട്ടം പാടിയാ കിട്ടോ ശഫാഅത്ത്? പുറത്തറിഞ്ഞാൽ വഷളാവുന്ന ഒരു തെറ്റും നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ഉണ്ടാവരുത്. നമ്മുടെ ഉള്ളും പുറവും ഒരേപോലെ ശുദ്ധിയായിരിക്കണം. അതിന് നമ്മളെ സമയം ഒരു തെറ്റും ചെയ്യാൻ ഉപയോഗിക്കണം. എല്ലാ സമയത്തും എന്തെങ്കിലുമൊക്കെ ഹൈർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സമയത്ത് തന്നെ പറഞ്ഞാൽ ഒരുപാട് നേരം പറയാനുണ്ട്. വിഷയത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ആ ഭാഗം തൽക്കാലം ഒരു സെമിക്കോളിനിട്ട് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവുകയാണ്. അടുത്തത് അധിക പേരും പരാജയപ്പെട്ടു പോകുന്ന ഒരു അനുഗ്രഹമാണ് ആരോഗ്യം. ആരോഗ്യം കൊണ്ട് രക്ഷപ്പെടാനുള്ള വഴി എന്താണ് എന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, എന്റെ ആരോഗ്യം കൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്യില്ലെന്നൊരു പുതിയ തീരുമാനം നമ്മൾ എടുക്കുക. തെറ്റിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ തെറ്റ് ചെയ്യും തോറും തെറ്റിനോടുള്ള ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. ഫലാ തറും ബിൽ മഅസി കസ്റ ശഹവതിഹ ഇന്ന തുആമ യുഖവി ശഹവതൻ നഹിമീന.
ഒരാൾ വയല് കേട്ടിട്ട് വിചാരിക്കുകയാണ് ഇന്ന് മുതൽ ഫുഡ് കുറക്കണം എന്ന്. ഞാൻ നല്ലോണം തീറ്റ ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി, കുറക്കണം എന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ ആണ്ടിന്റെ ചോറും ഉറൂസിന്റെ ചോറും പിന്നെ 5 ചപ്പാത്തിയും തിന്നിട്ടാണ് മൂപ്പര് വിചാരിക്കണം നാളെ മുതൽ ആ 4 ചപ്പാത്തി ആക്കാം, നാളെ 6 ആവുന്നല്ലാതെ 4 ആവൂല. ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു പെൺകുട്ടിനെ കണ്ടപ്പോൾ വിചാരിക്കണം ഇവളെ ഞാൻ ലാസ്റ്റ് നോക്കുകയാണ്, ഇനി നോക്കൂല. അടുത്ത ബസ് സ്റ്റോപ്പിൽ നിന്ന് 2 ആവുന്നല്ലാതെ അരയിലേക്ക് പോവില്ല. തെറ്റ് ചെയ്യും തോറും തെറ്റിനോട് ടേസ്റ്റ് കൂടുന്നല്ലാതെ തെറ്റിനോടുള്ള ടേസ്റ്റ് കുറയൂല. 5 മിനിറ്റത്തെ ഹറാമിന്റെ ക്ലിപ്പ് കണ്ട ഒരാള് 10 മിനിറ്റിലേക്ക് പോകുന്നല്ലാതെ 2.5 മിനിറ്റിലേക്ക് റെഡ്യൂസ് ആവൂല എന്നാണ് പറഞ്ഞതിന്റെ മലയാളം. തെറ്റങ്ങനെ. ഇനിയിപ്പോ ഒരാൾക്ക് തെറ്റ് ചെയ്യണം എന്ന ആഗ്രഹമൊക്കെ അയാൾ ഒഴിവാക്കി തെറ്റ് നിർത്തണം എന്ന് വിചാരിച്ചു എന്ന് കരുതുക. അപ്പോൾ അയാളെ തെറ്റ് ചെയ്യിപ്പിക്കുന്ന അയാളുടെ ഹവൻ നഫ്സ് ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ തെറ്റ് ചെയ്യാനുള്ള സാധ്യതകളെ അവിടെ നിലനിർത്തിക്കൊണ്ടു തന്നെ തെറ്റ് ചെയ്യാൻ, തെറ്റ് നിർത്താൻ അയാൾക്ക് കഴിയുമെന്ന് ബോധ്യം കൊടുക്കും. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാന്ന് എനിക്കറിയാം. കുറച്ചും കൂടി സിമ്പിൾ ആയ ഒരു ഭാഷയിലേക്ക് വരാം. ഒരാൾ മൊബൈലിലാണ് സാധാരണ തെറ്റ് ചെയ്യാറെന്ന് വിചാരിക്കാം. വയല് കേട്ടപ്പോ അയാൾക്ക് തോന്നി ശരിയാണല്ലോ അല്ലെ, തെറ്റൊക്കെ നിർത്തണോ അല്ലേ എന്ന് തോന്നി. അപ്പൊ അയാളെ തെറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അയാളെ ഹവൻ നഫ്സ് ഇച്ഛയുണ്ടല്ലോ, അപ്പൊ അയാളെ തോന്നിപ്പിക്കും ആ തെറ്റ് നിർത്തിക്കോളി, പ്രശ്നമൊന്നുമില്ല. പക്ഷെ തെറ്റ് ചെയ്യുന്ന സാഹചര്യം അവിടെ തന്നെ നിലനിർത്തും. എന്നിട്ട് അയാൾക്ക് ഒരു ഓവർ കോൺഫിഡൻസ് കൊടുക്കും, തെറ്റ് നിനക്ക് നിർത്താൻ കഴിയും. ഉദാഹരണത്തിന് ഡിഗ്രി +2 ഒക്കെ ക്യാമ്പസ് ഉള്ള ഒരു വലിയ വിശാലമായ ഒരു ക്യാമ്പസ്. അവിടെ +2 ഡിഗ്രി കോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി SSLC കോഴ്സ് ഒക്കെ ഉണ്ട്. +1 പഠിക്കുന്ന ഒരു പെൺകുട്ടി അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് SLC കഴിഞ്ഞിട്ട്. ആ കുട്ടിയായിട്ടാണ് ഇവന്റെ ലവ് എങ്കിൽ തെറ്റ് നിർത്തണം എന്ന് ഇയാൾ തോന്നുമ്പോഴും ഇയാൾ വിചാരിക്കും ഓളാടെ പഠിച്ചോട്ടെ, ഞാൻ അവിടുന്ന് ഹയർ സെക്കൻഡറി ഒഴിവാണെന്നൊന്നുമില്ലല്ലോ, ഓളപ്പുറത്തേ പോയിക്കോട്ടെ, ഞാൻ ഇപ്പുറത്തേ പഠിക്കാം. അതൊരിക്കലും നടക്കൂല. തെറ്റ് ചെയ്യാൻ സാഹചര്യം ഉണ്ടെങ്കിൽ ഉറപ്പ് തെറ്റ് ചെയ്യും. ഉദാഹരണം പറഞ്ഞാല് ഫോണിലാണ് ഒരാൾ ഹറാമ് ചെയ്യാറ് എങ്കിൽ അയാൾക്ക് വയല് കേൾക്കുമ്പോ ചിലപ്പം തോന്നും ആ ആപ്ലിക്കേഷൻ എല്ലാം അൺഇൻസ്റ്റാൾ ആക്കാം, ഓളെ നമ്പറെല്ലാം ബ്ലോക്ക് ചെയ്ത് ഡിലീറ്റ് ആക്കാം. അന്നേരം തന്നെ ഇംഗ്ലീഷ് വന്നിട്ട് ഒരു അതെന്തിന് യൂട്യൂബ് മൊത്തം ഡിലീറ്റ് ആക്കാനാ, അപ്പൊ നീ വയലും റസൂലുള്ളാഹിന്റെ മദ്ഹ് ഗാനെല്ലാം എങ്ങനെ കേൾക്കല്? പൊളി 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 എടാ മൂപ്പരിക്ക് ഇങ്ങനെ അതിനെ കുറിച്ച് ബുർദയിലുള്ളത് ഇങ്ങനെയാ. കം ഹസനത്തിൽ ലദ്ദതൻ ലിൽ മർഇ ഖാതിലതൻ. ഐസ്ക്രീം സ്ട്രോബെറി ഔട്ട് ഓഫ് ഫാഷൻ ആയില്ലേ, ഡാഫോഡിൽ അതിന്റെ മേലെ ചെറീസ് ഒക്കെ ഇട്ടിട്ട് ഇവനിങ്ങനെ കൊതിപ്പിക്കും. ഉള്ളിൽ വിഷാണെന്നുള്ളത് ഓൻ അറിയില്ല. കണ്ടോ? ഉദാഹരണത്തിന് രാത്രി പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിലെത്തി ഇശാൻസ്കരിച്ചിട്ടില്ല. അപ്പൊ ഇബ്ലീസ് തോന്നിപ്പിക്കും എന്ത്, ഉറക്ക് നല്ലോണം ഉണ്ടല്ലോ, ഇശാൻസ്കാരം പാതിരാക്ക് എണീറ്റിട്ട് നിസ്കരിച്ചാൽ നല്ല ഉന്മേഷത്തോടെ നിസ്കരിക്കാലോ. ഐസ്ക്രീം ലിൽ മർഇ ഖാതിലതൻ, മുകളിൽ ചെറീസ്, മിൻ ഹൈസു ലം യദ്രി അന്നസുമ്മ ഫിദ്ദസമി, ഉറക്ക് ഗാഢമാക്കിയിട്ട് അവന്റെ നിസ്കാരം ഖളാക്കാനുള്ള ട്രിക്കാണെന്ന് ഈ മനുഷ്യൻ അറിയുന്നില്ല. സത്യം പറഞ്ഞാൽ നമ്മള് നാട്ടുകാരെ നന്നാക്കലൊക്കെ അവിടെ കേട്ടെ, നമ്മളെന്താ നമുക്ക് നമ്മളെ നന്നാക്കാൻ കഴിയാത്തത് എന്ന് എപ്പോഴും ആലോചിക്കണം. അപ്പൊ നമ്മൾ തോന്നുകയാണ്, ഇപ്പൊ ഒരു ചെറുപ്പക്കാരനോട് പള്ളിയിലെ ഖത്തീബ് ഉസ്താദോ അല്ലെങ്കിൽ ഹിഫ്ലിലെ ഉസ്താദോ ചോദിച്ച് ഈ എന്താണ് പള്ളിയിൽ സുബീഖൊന്നും കാണാത്തത്? ഉസ്താദ് ഞാൻ ഉസ്താദിനെ കാണാൻ നിൽക്കണം. നിന്നെ സുബീഖ് കാണാതെ ചോദിക്കുമ്പോൾ നീ എന്നെ കാണാൻ നിൽക്കുന്നു. ഉസ്താദിനോട് ഒരു കാര്യം പറയട്ടെ. പറഞ്ഞോളി. എനിക്ക് സുബീഖ് എണീക്കണമെന്നും പള്ളിയിൽ വരണം എന്നൊക്കെ ഉണ്ട്. എന്നിട്ട് എണീക്കാൻ കഴിയുന്നില്ല. എണീക്കാൻ കഴിയുന്നില്ല, തല പൊന്തുന്നില്ല. JCB ഉസ്താദ് ട്രോളല്ലോ. അലാറം വെച്ചൂടെ? അലാറം ബോംബ് പൊട്ടിയ ഓക്കെ. ഈ കുട്ടിക്ക് നമുക്ക് തന്നെ ഒരു ഖേദം തോന്നില്ല. ആ കുട്ടീന്റെ വർത്തമാനം കേൾക്കുമ്പോൾ ഒരു കിറ്റാറ്റം കൊടുത്താലോ എന്ന് വിചാരിക്കുന്നില്ല, പാവെന്ന് വിചാരിക്കുന്നില്ല. ഓനോട് അവന്റെ ചെങ്കില്ലേ, ചെങ്ക് ബ്രോ, ഓൻ പറയാണ് മട്ടന്നൂർ ഇവിടെ അടുത്തല്ലേ എയർപോർട്ട് 4:30 മറ്റേ എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്രം ഇന്ന രാജ്യത്ത് നിന്ന് വരുന്നുണ്ട്, നമ്മളെ കുഞ്ഞളെ പുതിയാപ്പിള വരുന്നുണ്ട്, 3 മണിക്ക് അല്ലെങ്കിൽ 4 മണിക്ക് പോകണം എന്ന് വിചാരിക്കും. നീ വരുമോ? ജസ്റ്റ് ഒരു മിസ് കോൾ അടിച്ചാൽ മതി. ബോംബ് വേണം? വേണ്ട. അലാറം വേണം? വേണ്ട. ഇനി നമ്മളാലോചിക്കും. ടൂറിന് പോവുകയാണ്, പിക്നിക്ക് പ്ലാൻ ചെയ്യാം, 4:30 വിളിക്കണം. ചെക്കന്മാരെ നമ്മൾ ഇങ്ങോട്ട് ട്രോൾ ചെയ്ത് പറയും നമ്മളെ മനസ്സിൽ നമ്മൾ അള്ളാനെ ആദ്യം സ്നേഹിക്കണം. എന്നിട്ടേ ഈ വയലൽ കേട്ടിട്ട് കാര്യം ഉണ്ടാവും, എന്നാലേ അതിന് ഫലം ഉണ്ടാവും.
നമ്മളെ ആരോഗ്യം കൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒരു തെറ്റും എന്റെ ശരീരം കൊണ്ട് ഞാൻ ചെയ്യൂലെന്ന് ഒരു പുതിയ തീരുമാനം എടുക്കണം. അത് ചിലപ്പോൾ ഈ ക്യാമ്പസുകളിലൊക്കെ ആർട്സ് ആൻഡ് സയൻസ് പ്രൊഫഷണൽ കോളേജ് ക്യാമ്പസുകളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോയാൽ കുട്ടികൾ ക്ലാസ് കഴിഞ്ഞാൽ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ സെഷനിൽ ചില കുട്ടികൾ എണീറ്റ് നിന്നിട്ട് സർ ഐ ഹാവ് എ ഡൗട്ട്, ഓക്കെ യു കാൻ ആസ്ക്. അവൻ ചോദിക്കും സർ നമ്മൾ തെറ്റ് ചെയ്യണോ വേണ്ടിയോന്ന് അള്ളാഹു നേരത്തെ തീരുമാനിച്ചതല്ലേ, അതുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യുന്നതിന് പിന്നെന്തിനാണ് അള്ളാഹു നമ്മളെ ശിക്ഷിക്കുന്നത്? ഭയങ്കര ചോദ്യമായിട്ടാ തോന്നുന്നത്. അവൻ അവരോട് പറയും നീ ഇങ്ങനെ കൂത്തുപറമ്പ് ടൗണിലൂടെ പോകും, 2+2 പിള്ളേർ ഇങ്ങനെ എതിർ സൈഡിലൂടെ വരും, അവർ ശരിയാവണം അവർക്ക് മറിച്ചിട്ടില്ല, അവരുടെ ഷോൾഡറൊക്കെ കാണുന്ന രീതിയിലാണ് അവർ ഡ്രസ്സ് ഇട്ടിട്ടുള്ളത്. നീ തെറ്റ് ചെയ്യാണ്ട് നോക്കാണ്ട് പോകണം എന്ന് തോന്നുമ്പോൾ നിന്നെ ഇബ്ലീസ് വന്നിട്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്നതും നീ ചെയ്യുന്നതും അല്ല എന്നാണോ നിന്റെ ന്യായീകരണം? ആണോ ന്യായീകരണം? ജിബ്രീലും മീകായിലൊക്കെ വന്നിട്ട് നോക്കടാ നോക്കടാ ഇങ്ങനെ നോക്കിപ്പിക്കുന്നതാ? അല്ല, നീ തന്നെ നോക്കിയിട്ട് ഹയവാനെ പുതിയ ന്യായം പറയും. ഇങ്ങനെ നോക്കുക എന്നിട്ട് പറയാം അല്ലാഹു തീരുമാനിച്ചിട്ടില്ലേ. കേട്ടാ, നമ്മൾ തെറ്റ് ചെയ്യണ്ടെന്ന് ഒരു ദിവസം തീരുമാനിച്ചു. ഉദാഹരണത്തിന് 2 ആള് കാറിൽ പോയി ഈ അടുത്തുള്ള ടൗണിൽ. തിരിച്ചു വരുമ്പോ ഒരു ചെറുപ്പക്കാരൻ മറ്റേ ആളോട് പറയും ടൗണിലെല്ലാം ഫുള്ള് പെണ്ണുങ്ങാണ്, 5 ഇരട്ടി ആണുങ്ങളുണ്ടാവും. ഈ ഹേവാൻ പെണ്ണെ നോക്കി നടത്താൻ ഫുൾ പെണ്ണുങ്ങളെ തന്നെ കാണുള്ളൂ. അതാ സംഭവം. മറ്റേ ആൾ ആരും കണ്ടിട്ടില്ലല്ലോ. മറ്റേ ആളും അതേ ടൗണിൽ തന്നെയല്ലേ പോയത്, അതിനല്ലേ കാര്യം. അപ്പൊ നമുക്ക് ആദ്യം ഒരു സ്ട്രോങ് തീരുമാനം ഉണ്ടാവും. CCTVയും പോലീസും അല്ല തീരുമാനിക്കേണ്ടത് നമ്മൾ തെറ്റ് ചെയ്യരുത്, നമ്മൾ അങ്ങ് തീരുമാനിക്കണം. സ്വന്തം തീരുമാനിക്കുക, ഞാനൊരു തെറ്റും ചെയ്യൂല, അങ്ങനെ. നിങ്ങൾ വെറുതെ അതിനൊരു ബുദ്ധിപരമായ ഒരു ആലോചനയിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കാം. മൊബൈൽ ഒരു ഉദാഹരണം കൊണ്ടുവരാം. ഈ മൊബൈലിൽ രാത്രി കാലത്ത് ഹറാം സിനിമ, തെറ്റുകൾ, ഹറാമുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളിൽ 2 ഓപ്ഷനേ ഉള്ളൂ, വേറെ ഒരു ഓപ്ഷനും ഇല്ല. 2 ഓപ്ഷൻ. ഒരോപ്ഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ ഈ മൊബൈലില് തെറ്റ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ഞാൻ ഈ കണ്ടോണ്ടിരിക്കുന്ന ഹറാമ് ഞാൻ കാണുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ അതിലല്ല ഓപ്ഷൻ ഏതിലാന്ന് വെച്ചാല് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, അയാൾക്ക് തോന്നാണ് ഞാൻ ചെയ്യുന്ന തെറ്റ് അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു കാണുന്നുണ്ട് എന്ന് ഒരാൾക്ക് തോന്നും. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ അള്ളാഹു കാണുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. വേറൊരു ഓപ്ഷനും ഇല്ലല്ലോ. രണ്ടിലൊരു ചിന്ത അയാൾക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ, ഉറപ്പല്ലേ? ഉറപ്പായിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ ചിന്തയിലേക്ക് വരാം. ഈ ഹറാം കണ്ടോണ്ടിരിക്കുന്ന ആൾക്ക് തോന്നാണ് അള്ളാഹു കാണുന്നുണ്ട് എന്ന് മൂപ്പർക്ക് അറിയാം. എന്നിട്ടും മൂപ്പര് തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ധിക്കാരാണ്. അള്ളാഹു കണ്ടാലും ലൈഫ് ഫോർ എൻജോയ്, മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്, എന്റെ ജീവിതം ഞാൻ നോക്കണം. അള്ളാഹു കണ്ടാലും അത് ധിക്കാരം. രണ്ടാമത്തെ ഓപ്ഷൻ എന്താന്ന് വെച്ചാൽ അള്ളാഹു കാണുന്നില്ല എന്നാ മൂപ്പര് വിചാരിക്കുന്നത്. കാരണം ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്, വാതിലടിച്ചിട്ടുണ്ട്, കുറ്റിയിട്ടിട്ടുണ്ട്, പിന്നെ ഹറാമ് കണ്ടോണ്ടിന് ഡിലീറ്റ് ആക്കുന്നുണ്ട്. അങ്ങനെയാണ് മൂപ്പര് ചിന്തിക്കുന്നതെങ്കിൽ അന്ധനായ അള്ളാഹുലാണ് മൂപ്പര് വിശ്വാസം. മൂപ്പര് അള്ളാഹ് ഉച്ചരിച്ചിട്ട് മരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ ഉസ്താമാരോട് പദവി വയ്ക്കണ്ട, നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മളോട് ചോദിക്കുക, നമുക്ക് അങ്ങനെ തോന്നുന്നു. മോനിക്ക് എത്ര വയസ്സായി? 18 വയസ്സ്. എത്രാം ക്ലാസ്സിലേക്ക്? മദ്രസ ഇല്ല, സ്കൂൾ. മദ്രസ ഫുള്ള് പഠിച്ചോ? പഠിച്ചു. സ്കൂള് പഠിക്കുന്നുണ്ട്, കോളേജ്. മോനെ 8ാം വയസ്സിൽ എത്രാം ക്ലാസ്സിലായിരിക്കും മദ്രസയിൽ? ഒരു 3-4 ക്ലാസ്. അന്ന് മോന് പണ്ടൊരു പാട്ട് പഠിച്ചത് ഒരു ബൈത്ത് അങ്ങോട്ട് പാടിയാൽ ഓർമ്മ ഉണ്ടാവും. ആ ഉസ്താ പാടിയോ? പാടിയോക്കട്ടെ. എന്താണത്? എല്ലാം കാണും അല്ലാഹു, എല്ലാം അതറിയാം. ഓർമ്മയുണ്ട്, പണ്ട് ഓർമ്മയുണ്ട്. അതൊന്നും കൂടി പാടി. എല്ലാം കാണും അല്ലാഹു. എത്രാം വയസ്സിലാണ് പഠിച്ചത്? 8ാം വയസ്സ്. ഇപ്പൊ എത്ര വയസ്സായി? 18. 10 വയസ്സ് കൊണ്ട് അള്ളാന്റെ കാഴ്ച പോയാ? നീ എന്തിനാ വാതിലടിച്ച് കുറ്റിയിട്ടിട്ട് മൊബൈലിൽ കാണുന്നത്? ആരെല്ലോ കാണുന്നുണ്ട്. ആരെല്ലോ മീൻസ് ഉമ്മ, ഉപ്പ, ഉസ്താദ്, ഏട്ടൻ, അനിയൻ, അല്ലയോ? എന്തിനാ വാതിലടിച്ച് കുറ്റിയിട്ടത്? എന്തിനാ കുറ്റിയിട്ടെ? വെറുതെ ആലോചിക്കുക.
യഥാർത്ഥത്തിൽ ഫർള് സ്കരിച്ച സ്ഥലത്ത് നിന്ന് സുന്നത്ത് സ്കരിക്കുമ്പോൾ അപ്പുറത്തേക്ക് മാറിയേക്കൽ സുന്നത്ത. എന്തിന്? രണ്ട് സ്ഥലവും സാക്ഷിക്കാൻ. അപ്പൊ നമ്മളെ ബെഡ് സാക്ഷിക്കും, സ്ഥലം സാക്ഷിക്കും എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വസ്തുക്കളൊക്കെ സാക്ഷിക്കുന്ന. നമ്മൾ സ്വലാത്തും ദിക്റും ചൊല്ലി മൗലിദൊക്കെ ചൊല്ലിയിട്ടാണ് കിടന്നുറങ്ങുന്നെങ്കിൽ ബെഡ്, ബെഡ്ഷീറ്റ്, തലയണ എല്ലാം സാക്ഷിക്കും. ഹറാമും കണ്ടിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ ഹെഡ്സെറ്റ്, ഈ ബെഡ്, ബെഡ്ഷീറ്റ്, വാതില്, സ്വിച്ച്, ലൈറ്റ്, ഫാന്, ജനാല എല്ലാം സാക്ഷിക്കും. എന്ന് മാത്രമല്ല ആരും കാണാതിരിക്കാൻ കുറ്റിയിട്ട കുറ്റി ഇങ്ങനെ നോക്കിയിട്ട് പൊട്ടാ എന്ന് പറഞ്ഞിട്ട് സാക്ഷിക്കും. ഇനി പറയും നമ്മളെ തെറ്റ് ചെയ്യണോ വേണ്ടിയോ. അങ്ങനെ നന്ന തെറ്റ് ചെയ്യാൻ മുട്ടുന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ അള്ള കാണാത്തൊരു സ്ഥലത്ത് പോയി ചെയ്തോളി എന്നാണ് ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്തൊരു സുന്ദരമായ മതമാണ് നമ്മളെ മതം. നമ്മൾ എന്തിനായി കളഞ്ഞു കുളിക്കണത്? വലിയ മുടിയൊക്കെ ആക്കിയിട്ട് വല്ല അപകടത്തിൽ മരിച്ചു പോയാൽ നേരെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മളോട് റസൂലുള്ളാഹിന്റെ ഒരു പെരുമാറ്റ രീതി എന്തായിരിക്കും? നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കിയേ. ഈ ഉസ്താമാരൊക്കെ താടിയൊക്കെ വെക്കണത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ബ്ലേഡ് വാങ്ങാൻ പൈസ ഇല്ല, കമ്പനി തുടങ്ങാൻ പൈസ ഉണ്ട്. നിങ്ങൾ അതൊന്ന് പഠിപ്പിക്കരുത്. നമുക്കൊരു നല്ല കോലം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാം. എന്റെ ശരീരം കൊണ്ട് ഞാൻ തെറ്റ് ചെയ്യൂലെന്നൊരു പ്രതിജ്ഞ എടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ആരോഗ്യം കൊണ്ട് സ്വർഗം കിട്ടാനുള്ള രണ്ടാമത്തെ വഴി അയ്യകൂന ഹരീസൻ അല ത്വാഅത്ത്. റൂഹുൽ ബയാൻ എന്ന കിതാബിൽ കാണാം. നമ്മളെ ശരീരം കൊണ്ട് കുറെ ഇബാദത്ത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ഏറ്റവും കൂടുതൽ പശു പാല് തരുത്ത അതിന്റെ യുവത്വ കാലത്താണ്. തെങ്ങ് ഏറ്റവും കൂടുതൽ തേങ്ങ തരുത്ത അതിന്റെ യുവത്വ കാലത്താണ്. നമ്മളെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സുബീക്ക് പള്ളിയിൽ ഉണ്ടായാലും വയസ്സന്മാർ കണ്ടകള്. സത്യത്തിൽ നിങ്ങൾ വെറുതെ ആലോചിക്കുക, കാട്ടാനുണ്ടല്ലോ, കാട്ടാന. ഈ കാട്ടാനനെ മെരുക്കി പതിയൊക്കെ ഇട്ട് പനയോലൊക്കെ ഇട്ട് കൊടുത്ത് പരിശീലിപ്പിച്ച് നാട്ടാനയാക്കി മാറ്റിയാൽ അതിന്റെ ഒരു കാട്ടാളത്തൊക്കെ മാറിയിട്ട് നല്ല ജീവിയായി മാറും. പിന്നെ ആ തുമ്പിക്കയുടെ പകുതി പോലും ഇല്ലാത്ത ചെറിയ കുഞ്ഞിരാമൻ സാർ, ആ പാപ്പാൻ ഇങ്ങനെ പറഞ്ഞാൽ എണീക്കും, ഇങ്ങനെ പറഞ്ഞ ഇരിക്കും, എല്ലാം ചെയ്യും. വലിയ അക്രമകാരിയായ ജീവി എന്ന് പറയുന്ന സിംഹം, പുലി, ഇതിനൊക്കെ മെരുക്കി പരിശീലിപ്പിച്ച് സർക്കസിലേക്കൊക്കെ കൊണ്ടുവരുമ്പോ ഒരു വലിയ വളയെടുത്ത് അതിന്റെ പേര് ജമ്പ് ചെയ്ത്, ഒരു കാരോട് ജമ്പ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. വാവാ സുരേഷിനെ പോലത്തെ ആൾക്കാർ പാമ്പന ഇങ്ങനെ ആക്കുന്നുണ്ട്. എല്ലാവരും നന്നായി. ഇനി നമ്മളെ ബാക്കിയില്ലു. നമ്മൾ ഇങ്ങനെ ഫ്രീക്കനായിട്ട് നടത്തുന്ന ഒരു നല്ല മനുഷ്യനാവണോ? നല്ല മനുഷ്യനാവണം. ഒരാള് ജീവിതത്തിൽ എന്താണോ കൂടുതൽ ചെയ്തത് അത് ചെയ്യുമ്പോഴായിരിക്കും മരിക്കുക. ഈ ജില്ലയിൽ തന്നെ, ഈ ജില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ ജില്ല കണ്ണൂർ ജില്ലയിൽ തന്നെ ലത്തീഫി ബിരുദമുള്ള ഒരു ഉസ്താദിനെ ഒരു ഉപ്പാപ്പ മകളെ മന്ദിരിക്കണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോയി. ആ മകനെ മന്ദിരിക്കണം. ആ ഉസ്താദിന്റെ ഒരു ഗസ്സിങ് ചെറിയൊരു മോനായിരിക്കും എന്ന അർത്ഥത്തിലാണ്. നോക്കുമ്പോ ഡിഗ്രി പ്രായത്തിലുള്ള പയ്യനാ. ഏറെക്കുറെ 18-17 വയസ്സുണ്ടാവും കുട്ടിക്ക്. 17-18 വയസ്സ്. ആ കുട്ടി കിടത്തത്തിലാ. കുട്ടീന്റെ വായിൽ നിന്ന് ഇങ്ങനെ നുര വരുന്നുണ്ട്. ഓവറായിട്ട് ഇങ്ങനെ ഉമ്മനീര് പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. ഈ മരിക്കണ സമയത്ത് ഓവറായി ഉമ്മനീര് പുറത്തേക്ക് ഒഴുകുന്നത് അത്ര നല്ല അടയാളം അല്ല. നല്ല മരണമാണെങ്കിൽ 3-1 അടയാളം ഉണ്ടാവും. ഒന്നുകിൽ നെറ്റിയിൽ വിയർപ്പ് വരും, അത് AC ഇട്ടാലും വരും, ഇല്ലെങ്കിലും വരും. അല്ലെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ഒഴുകാൻ ഇങ്ങനെ മുട്ടി നിൽക്കുന്നുണ്ടാവും. ഒഴുകൂല, എവിടെ ഉണ്ടാവും. മൂന്നാമത്തേത് മൂക്കിന്റെ ദ്വാരം കുറച്ച് വീർത്ത് വരുന്നുണ്ടാവും, വലുതായി വരുന്നുണ്ടാവില്ല, ഒരു വീർത്ത് വന്ന ഫീലിംഗ് ആണ്. ഇത് അത്ര നല്ലതല്ല എന്ന് ഉസ്താദിന് ബോധ്യമായി. ഉസ്താദ് കുടുംബക്കാരോട് ഡയറക്റ്റ് പറഞ്ഞാൽ അവർക്ക് വിഷമാവും എന്ന് വിചാരിച്ച് കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ആ കുട്ടി മരിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് പൊതിയാൻ വേണ്ടി തുണി ഉണ്ടാവുമല്ലോ, അതെടുക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് ആ കുട്ടിയുടെ വെളുത്ത തൊലിയുള്ള ആ കുട്ടിയുടെ ശരീരത്തിന്റെ ഭാഗത്ത് കറുത്ത വര കാണുന്നത്. ആ വര എന്തോ ഒരു വരയൊന്നുമല്ല. ആ കുട്ടി മ്യൂസിക് സിനിമ പാട്ട് ഓണാക്കിയിട്ട് അവന്റെ ഡിവൈസ് ഇതിന്റെ ഇടയിൽ ടൈറ്റിൽ വെച്ചിട്ട് ഉള്ളിലൂടെ ഇങ്ങനെ ഹെഡ്സെറ്റ് വയർ ഇങ്ങനെ വെച്ച് ഇവിടത്തേക്ക് കുത്തിയതാ. ഇവൻ ഓഫായിട്ടും സിനിമ പാട്ട് ഓഫായിട്ടില്ല എന്നാ മലയാളത്തിൽ പറയുന്നത്. ജീവിതത്തിൽ എന്താണോ നമ്മൾ കൂടുതൽ ചെയ്തത് അത് ചെയ്യുമ്പോഴായിരിക്കും മരിക്കുക. എപ്പോഴും ഒന്നുണ്ടാവും, മരിക്കുമ്പോൾ ഒന്നുണ്ടാവും.
എൻ്റെ നാട് തളിപ്പറമ്പാണ്. തളിപ്പറമ്പില് നെരിക്കോട് ഉസ്താദ് എന്ന് പറയുന്ന വലിയൊരു സൂഫിയായ ഒരു മഹാനുണ്ട്. വലിയ ദിക്റിലൊക്കെ ആയി ജീവിച്ച ആൾ. അങ്ങനെ വലിയ ഇബ്നു ഹജറുടെ കാലത്ത് ജീവിച്ച ആളൊന്നല്ല. അവര് ആണ്ടാകെ 12-13 കൊല്ലം ആയിട്ടുള്ളൂ. അവര് വഫാത്തായത് റമദാനിൽ ഇതേപോലത്തെ ഒരു പള്ളിയിൽ ജലാലിയ റാത്തീബിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുമ്പോ ദിക്റിന് നേതൃത്വം നൽകി റമദാനിൽ പള്ളിയിൽ ഇഅ്തികാഫിൽ മുഅ്മിനീങ്ങളുടെ മജ്ലിസിൽ ദിക്റിന് നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മരണപ്പെട്ടത്. നിങ്ങൾ ആലോചിക്കുക, സാധാരണ മരിക്കുന്ന ആൾക്ക് അങ്ങോട്ടല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതി കൊടുക്കല്, ഇത് മുഅ്മിനീങ്ങൾക്ക് അങ്ങോട്ട് ദിക്ർ എഴുതി കൊടുത്തിട്ട് ഞാൻ പോക്കായി ടൂർ പോവാ. ഇത് ഏതോ അബൂ യസീദുൽ ബിസ്താമി തങ്ങളുടെ കാലത്തെ ജീവിതം അല്ല ട്ടാ പറയണത്. ഇപ്പൊ അടുത്ത നമ്മുടെ കാലക്കാരനായ ഒരാളെ കുറിച്ചാ പറയണത്. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഇബാദത്തുകൾ വേണം. ഈ സുന്നത്ത് നിസ്കാരവും അല്ലെങ്കിൽ മറ്റു സുന്നത്തായ സുഹൃതങ്ങളൊക്കെ ഇതൊക്കെ വേറെ ഏതോ ഉസ്താദ്മാർക്കും ഉപ്പാപ്പമാർക്കും ഉള്ളതല്ല. നിങ്ങൾ വെറുതെ ഓരോരുത്തരും ആലോചിച്ച് നോക്കിയേ, നമ്മളെ ഉമ്മാമ, നമ്മുടെ ഉപ്പാപ്പ എല്ലാ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ യാസീൻ, മുൽക്ക്, സജദ, റഹ്മാൻ, വാഖിയ, മുസമ്മിൽ, ജിന്ന്, ദുഹാൻ എല്ലാം ഓതുന്നുണ്ട്. നമുക്ക് എല്ലാ രാത്രി ഇങ്ങനെ കഴിഞ്ഞു പോകുന്നില്ലേ? നമ്മൾ എന്താ ചെയ്യണത്? ഈ ഉപ്പാപ്പക്കും നമുക്കും ഒരേ സ്വർഗം കിട്ടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ആ വിശ്വാസത്തിന്റെ ഒരു കാമ്പുകൾ വെറുതെ ആലോചിക്കുക. ഇബാദത്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ മഹാന്മാര് 2 കാര്യങ്ങൾ അവിടെ സൂചിപ്പിക്കണത്. ഒന്ന്, ആരും അറിയാത്ത എന്തെങ്കിലും ഒരു ഇബാദത്ത് നമുക്കുണ്ടാവണം. ആരും അറിയാത്ത, ഭാര്യ അറിയാത്ത, ശിഷ്യന്മാരറിയാത്ത, മുദരിസ് ഉസ്താദ് അറിയാത്ത, സഹഭാരവാഹികൾ കമ്മിറ്റിക്കാരറിയാത്ത എന്തെങ്കിലും ഒരു ഇബാദത്ത് നമുക്കുണ്ടാവണം. നിങ്ങൾ ആലോചിച്ചു, പണ്ടൊക്കെ ഒരു നന്മ ചെയ്യണമെങ്കിൽ നല്ല മനസ്സുണ്ടായാൽ മതി. ഇപ്പൊ ഒരു നല്ല കാര്യം ചെയ്യണമെങ്കിൽ നല്ല SLR ക്യാമറ നിർബന്ധം, ഇല്ലെങ്കിൽ ചെയ്യൂല. സിദ്ദീഖ് റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, മാ നഫഅനി മാലു ഖത്തു മാ നഫഅനി മാലു അബൂബക്കർ. അബൂബക്കറിന്റെ സ്വത്ത് ഉപകാരപ്പെട്ട അത്രയും ലോകത്തെ എനിക്ക് ദീനിന് വേറെ ഒരാളുടെ സ്വത്ത് ഉപകാരപ്പെട്ടിട്ടില്ല. എന്റെ സ്വന്തം സ്വത്ത് പോലെ അബൂബക്കറിന്റെ സ്വത്ത് ഞാൻ ഉപയോഗിക്കായിരുന്നു എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. സിദ്ദീഖ് റളിയല്ലാഹു ഒറ്റ കരച്ചില്. എന്തിനാ സിദ്ദീഖെ കരയെന്ന് ചോദിച്ചപ്പോ പറഞ്ഞല്ലോ, മുത്തുനബി എന്തിനാ അബൂബക്കറിന്റെ സ്വത്ത് എന്ന് പറഞ്ഞത്? അബൂബക്കറിന്റെ സ്വത്തും അബൂബക്കർ തന്നെയും തങ്ങൾക്കുള്ളതല്ലേ, പിന്നെന്തിനാ അങ്ങനെ പറഞ്ഞത്? നമ്മളെ നാട്ടിലെ രാജ്യക്കാരന്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത ഉറൂസിന് സംഭാവന പ്രതീക്ഷിക്കണ്ട. നമ്മൾ ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു കുട്ടീന്റെ തക്കാഫുൽ ഏറ്റെടുത്തു എന്ന് വിചാരിക്കാം. ആ സ്ഥാപനത്തിന്റെ സമ്മേളനത്തിന് പോയിട്ട് നമുക്ക് കാർ പാസ് കിട്ടിയില്ലെങ്കിൽ ഇനി അടുത്ത സംഭാവന കൊടുക്കോ ഇല്ലയോ എന്ന് വേറെ ആലോചിക്കേണ്ടി വരും. അതെ, ഒരു പാവത്തിന് സഹായിച്ചാൽ തന്നെ ഫോട്ടോ നോക്കിയിട്ട് പിന്നെയും ആ പാവത്തിന് അഹമ്മദ് ക ഒന്നും കൂടി വന്നിട്ട് വിളിക്കും. ആ പാവത്തിന്റെ കാലിന്റെ തളർച്ച നിങ്ങൾ ആലോചിച്ചു. വീണ്ടും ആ സ്റ്റെപ്പ് കയറിയിട്ട് ഇത്രയും ആളെ മുമ്പിൽ വഷളാവണ്ടേ? ഇതാ നമ്മളെ നാട്ടിലെ യുവകൂട്ടായ്മന്റെ ചാരിറ്റി. മനുഷ്യന്മാരെ വഷളാക്കുന്ന പരിപാടി ചെയ്യരുത്. ഒരു ചാരിറ്റി ചെയ്യുമ്പോഴും അർഹരായ പാവപ്പെട്ടവരെ സ്റ്റേജിൽ കയറ്റണ്ട. അത് കമ്മിറ്റിക്കാരൻ അതിന്റെ ഉദ്ഘാടനത്തിന്റെ ഫോട്ടോ എടുത്ത് വിടുക, എന്നിട്ട് പാവപ്പെട്ടവർക്ക് രഹസ്യമായിട്ട് എത്തിച്ചു കൊടുക്കുക. എന്തിനാ പാവങ്ങള് ഇല്ലായ്മയിൽ ജീവിക്കുന്നവരാണെന്ന് ഈ സ്റ്റേജിൽ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം ആഖിറത്തിൽ കൊടുക്കരുത്. ഇഖ്ലാസ് ഇല്ലേ നമ്മുടെ അമൽ ഒന്നും സ്വീകരിക്കൂല. എന്താ ഇഖ്ലാസ് എന്ന് പറഞ്ഞാല്? മണലിൽ നടക്കുന്നവനെ പോലെയാണ് മുഖ്ലിസ് എന്ന് ജാമിഉൽ ഉലൂം വൽ ഹികം ഫീ ശർഹി 50 ഹദീസൻ മിൻ ജവാമിഉൽ കലിം എന്ന കിതാബിലുണ്ട്. അങ്ങനെ പറഞ്ഞാല് മണലിലൂടെ നടന്നാല് അടയാളങ്ങൾ ഉണ്ടാവും അയാൾ ജീവിച്ചതിന്, പക്ഷെ ശബ്ദങ്ങളൊന്നും ഉണ്ടാവില്ല. അയാൾ അങ്ങനെ ജഗബഗ ഫോട്ടോ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അയാൾ കുറെ സേവനങ്ങള് പള്ളിക്കും മദ്രസക്കും സ്ഥാപനത്തിനൊക്കെ ചെയ്തിട്ടുണ്ടാവും. ആ ഹാജിയാരും മരിക്കുമ്പോഴേക്ക് സേവനങ്ങൾ ഇവിടെ അടയാളങ്ങളായിട്ടുണ്ടാവും. മണലിലൂടെ നടന്നാൽ അടയാളം ഉണ്ടാവും, ശബ്ദം ഉണ്ടാവില്ല. ഇതാണ് മുഖ്ലിസിന്റെ ജീവിതം. നിങ്ങൾ ആലോചിച്ചു, റൂഹുൽ ബയാൻ എന്ന തഫ്സീർ ഗ്രന്ഥത്തിലുണ്ട് ഇഖ്ലാസിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ നീണ്ട ഒരു ചരിത്രമല്ലേ, 2 വരിയേ ഉള്ളൂ. ഒരാള് സൂറത്തു ത്വാഹ പാരായണം ചെയ്തു. ത്വാഹ സൂറത്ത് പാരായണം ചെയ്തിട്ട് അവർ ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ ഒരു സ്വപ്നം കാണുകയാണ്. ഒരാളിങ്ങനെ ഒരു ഏട് എടുത്തിട്ട് ഇങ്ങനെ നോക്കുന്നു. ആ ഏട് ഇങ്ങനെ നോക്കി, ഈ സ്വപ്നം കണ്ട ആൾ ഉറങ്ങുന്ന ആള് നോക്കി. അപ്പൊ സൂറത്തു ത്വാഹയാണ് ഇതിൽ ഏടിലുള്ളത്. അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാ? മലക്കാണ്. ഇതെന്താണ്? ഏടാണ്.
അതെന്താ? സൂറത്തു ത്വാഹ. നിങ്ങൾ ഓതിയ സൂറത്തു ത്വാഹയാണ്. അതിന്റെ താഴെ ഓരോ അക്ഷരത്തിന്റെയും ചുവടെ 10 10 10 10 എന്ന് കാണുന്നത് എന്താ? അത് ഓരോ അക്ഷരത്തിന്റെ കൂലിയാണ്. ഓ ശരി, കൂലിയാണല്ലേ. അതെന്തിനാ? 2 വരിയുടെ താഴെ ബ്ലാങ്ക് ആണല്ലോ, അവിടെ കൂലിയില്ലല്ലോ. അതെന്താന്ന് വെച്ചു, അത് നിങ്ങൾ സൂറത്തു ത്വാഹ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ വീടിന്റെ മുറ്റത്തൂടെ ഒരാൾ നടന്നു പോകുന്നത് ജനലിന്റെ വെളിച്ചത്തിൽ ആ ലൈറ്റിൽ നിങ്ങൾ കണ്ടു. അപ്പൊ ആ നിഴല് കണ്ടപ്പോൾ നിങ്ങൾ സൗണ്ട് കുറച്ച് കൂട്ടിയിട്ട് അത് പോയിന്, ആ 2 വരി പോയിന്. ഇതൊരു നൂലിന്റെ മേലെ നിൽക്കുന്നതാ. അത് നബിദിനത്തിന് സമ്മാനം കൊടുക്കുന്നതാണെങ്കിലും ഉറൂസിന് സംഭാവന കൊടുക്കുന്നതാണെങ്കിലും ഇതെല്ലാം പറയാനായിരിക്കോ മടിയായിട്ടോ എനിക്ക് കേൾക്കാൻ അസ്വസ്ഥതായിട്ടോ എന്താ സംഭവിക്കാത്തെന്ന് എനിക്കറിയില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ അറിയണം. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കുക, വേറെ ഒരാൾക്ക് വേണ്ടിയിട്ടും അല്ല നമ്മൾ പണിയെടുക്കുക. അള്ളാഹുവിന് വേണ്ടി ചെയ്യുക. ലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിന് വേണ്ടി ചെയ്യുക. അതാ വേണം. ആരും അറിയാത്തൊരു ഇബാദത്ത് എന്തെങ്കിലും ഉണ്ട്. അത് ളുഹ്റു അസ്റുമല്ല, അത് എല്ലാവരും അറിയുന്നതല്ലേ. ഫർള് എന്തിനാ എല്ലാവരും അറിയാതെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം? അത് എല്ലാവരും അറിഞ്ഞിട്ടേ ചെയ്യാനും പറ്റുള്ളൂ. എല്ലാ ഫർളുകളും അങ്ങനെ സംഭവിക്കുള്ളൂ. ജുമുഅ എല്ലാവരും അറിയൂല, ജമാഅത്ത് എല്ലാവരും, അതല്ല ഞാൻ പറയുന്നത്. എന്തെങ്കിലും ഒരു സുന്നത്തായ കാര്യം ആരും അറിയാത്തത് നമുക്ക് ഉണ്ടാവണം എന്ന് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആരും അറിയാത്ത എന്തെങ്കിലും ഒരു ഇബാദത്ത് നമുക്ക് ഉണ്ടാവണം. അത് ഭാര്യയും അറിയരുത്, ഭർത്താവും അറിയരുത്. പേര് പറയാൻ ആഗ്രഹമില്ലാത്ത ഒരു സ്ത്രീ 1001 രൂപ സംഭാവന ഇവിടുന്ന് വായിക്കുമുണ്ടാവും. കർട്ടന്റെ അപ്പുറത്ത് ആ കൊടുത്ത പെണ്ണുങ്ങൾ മറ്റേ പെണ്ണുങ്ങളെ തോണ്ടിട്ട് അത് ഞാനാ കൊടുത്തത്, എനിക്ക് പേര് പറയാൻ ആഗ്രഹമില്ലായിട്ടാണ്. എങ്ങനെയുണ്ട്? കോമഡി അല്ല, ജീവിതം നാടകമാക്കരുത് കേട്ടോ. നമുക്ക് വേണ്ടി ജീവിക്കാം, നമ്മൾ ആഖിറത്തിന് വേണ്ടി ജീവിക്കാം. ആഖിറത്തിൽ നമ്മളെ ലഗേജ് എല്ലാം പൊളിക്കുമ്പോ അതെല്ലാം എല്ലാവർക്കും അറിയാലോ. എനിക്ക് മാത്രം എന്തെങ്കിലും സ്പെഷ്യൽ കൊണ്ടുവന്നില്ലോ എന്നുള്ള ചോദിക്കുമ്പോ നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റണം. ഒരാളും അറിയാത്ത എന്തെങ്കിലും ഒരു ഇബാദത്ത്. സയ്യിദുന അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു തങ്ങൾ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളിൽ പെട്ട ആളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും പാവങ്ങൾക്ക് ഭക്ഷണത്തിന്റെ കിറ്റ് എത്തിച്ചു കൊടുക്കും. എല്ലാ ദിവസവും ആ ഭക്ഷണത്തിന്റെ കിറ്റിനോടൊപ്പം കുറച്ച് ഫണ്ടും അതിൽ തിരികെ ഇങ്ങനെ വെക്കും. എന്നിട്ട് പറയും ഫ്രം അഡ്രസ് അന്വേഷിക്കേണ്ടതില്ല, നിങ്ങൾക്ക് ഇത് ഹലാലാണ് എന്ന് പറഞ്ഞു കൊടുക്കും. അവരുടെ വീട്ടിന്റെ മുറ്റത്ത് പാതിരാക്ക് കൊണ്ടു കൊടുത്തിട്ട് തിരിച്ചു വരുത്താൻ പറ്റും. മഹാനാണ് ഇത് ചെയ്യുന്നത് എങ്ങനെ മനസ്സിലായെന്നറിയോ? മഹാൻ വഫാത്തായി, ആ കിട്ടുന്ന കിറ്റ് സ്റ്റോപ്പായി. അതുകൊണ്ട് മാത്രം മഹാൻ എന്നെ ഉറപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. മഹാനെ മയ്യത്ത് ഒളിപ്പിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇവിടെ 2 കറുത്ത പാടുകളുണ്ട്. ഈ കിറ്റുകളൊക്കെ ചുമന്നു കൊണ്ടുപോയിട്ട് ഒരാൾ ഒരു ഏഷ്യാനെറ്റിലും ഇല്ല, ഒരു ചാനലും ഇല്ല, ഒന്നിലും ഇല്ല. ഇപ്പൊ എല്ലാരും മത്സരാണ്. പ്രത്യേകിച്ച് ഇപ്പൊ ആദരവ് കുറച്ച് കൂടുതൽ നമ്മളെ മഹല്ലുകളിൽ. പ്രത്യേകിച്ചും ആദരവ് എന്ന് പറഞ്ഞ ആദരവ് വയനാട്ടിലൊന്നും വേണ്ട. ഈയുടെ സ്റ്റേജും ഒരു കല്ല് താഴെ വീണിട്ട് കല്ലെടുത്തിട്ട് കുഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ നമുക്കുള്ള മൊമെന്റ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. വളരെ കഷ്ടപ്പെട്ട് കല്ലെടുത്ത പ്രിയപ്പെട്ട അമാനി ഉസ്താദിനെ നബിദിനത്തിന്റെ സ്റ്റേജിൽ വെച്ച് ആദരിക്കുന്നു. ഷാളുണ്ടോ എന്തപ്പോ ചെയ്ത ആരോടൊപ്പം പറയുന്നത്? എന്റെ ചെറുപ്പക്കാരെങ്കിലും നിങ്ങളെങ്കിലും ഒന്ന് പ്ലീസ് കുറച്ചെങ്കിലും ആഖിറത്തിലേക്ക് വിട്ടുകൊടുക്കുക. കുറച്ചെങ്കിലും എല്ലാത്തിനും ആദരിച്ചിട്ട് മനുഷ്യന്മാരെ കൊല്ലരുത്. നമുക്ക് മദ്ഹ് ചെയ്യൽ കുറച്ച് ഓവറാവുന്നു, പ്രത്യേകിച്ച് വെസ്റ്റേൺ സൈക്കോളജി കാലത്ത്, പോസിറ്റീവ് സ്ട്രോക്കുകളുടെ കാലത്ത്. നമ്മൾക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ്. അന്ന് മാത്രം അറിയുന്ന എന്തെങ്കിലും ഒരു ഇബാദത്ത് നമുക്ക് ഉണ്ടാവും. അല്ലാഹ് മാത്രം അറിയുന്നത് ഒരു ഇബാദത്ത് നമുക്ക് ഉണ്ടാവും. ആ ഇബാദത്ത് ഉദാഹരണം പറഞ്ഞാല് പകല് പള്ളിയിൽ ആരും ഉണ്ടാവില്ല. പൊതുവെ ഒരു രാവിലെ 10:30-11 മണി ആരും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ 2 നല്ല മുസാഫ് ഓതാനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി മുസാഫ് എടുത്തിട്ട് പള്ളിയിൽ കൊണ്ടുപോയി ആരും കാണാനും അൽഹംദുലില്ലാഹ് കണ്ടോ. ആ മുസാഫ് പിന്നീട് ആരൊക്കെ ഉപയോഗിച്ചിട്ട് ഖുർആൻ ഓതുന്നുണ്ടോ അത് കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും. അത് ഇഖ്ലാസിന് കമ്മിയൊന്നുമില്ല, അത് നല്ല ഈമാന്റെ അടയാളാണ്. ഇത് അസറത്തുക ഹസനത്തുക, നീ ചെയ്ത ഒരു നന്മ കാണുമ്പോൾ നിനക്കൊരു സന്തോഷം ഉണ്ടെങ്കിൽ ഫഅൻത മുഅ്മിൻ, അത് ഈമാന്റെ അടയാളാണ്. അത് പ്രശ്നമാണ്. ആരും അറിയാത്ത എന്തെങ്കിലും ഒരു ഇബാദത്ത് നമുക്ക് ഉണ്ടാവും.
ഈ വയലിന്റെ ഭാഗമായി നമ്മൾ അങ്ങനെ ഒന്ന് ആലോചിക്കും. ആഖിറത്തിൽ ആ നന്മ ഓർക്കുമെന്ന് തന്നെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാകും. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. അപ്പൊ ഒന്ന് അനുഗ്രഹങ്ങൾ 4 പറയാമെന്ന് പറഞ്ഞിട്ടാണ് പ്രഭാഷണം ആരംഭിച്ചത്. പ്രഭാഷണത്തിന്റെ ഏകദേശം 3/4 ഭാഗം കഴിഞ്ഞു. ഇനി കാ ഭാഗം മാത്രമേ ഉള്ളൂ. 4 കാര്യങ്ങളിൽ 1 സമയമാണ്, 2 ആരോഗ്യമാണ്. ഇനി 2 കാര്യം. മൂന്നാമത്തത് സമ്പത്ത് കൊണ്ട് സ്വർഗത്തിൽ പോവുകയോ നരകത്തിൽ പോവുകയോ എന്ന് എപ്പോഴും പേടിക്കണം എന്ന് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആ പേടി നമുക്ക് സമ്പത്ത് കൊണ്ട് സ്വർഗത്തേക്ക് പോകാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് സമ്പാദിക്കുന്നത് ഹലാലും ചെലവഴിക്കുന്നത് ഇബാദത്തും ആവണം. പ്രത്യേകിച്ച് ഇപ്പൊ ലോണ്, ലീസ്, ഇപ്പോഴത്തെ ഹറാമുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹറാമായിട്ട് നേരെ വരൂല, വിവിധ പേരുകളിലാണ് ഹറാമ് വരിക. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ഇപ്പൊ ഒരാളോട് നമ്മൾ ചോദിക്കാണ്, പള്ളിന്റെ സൈഡിൽ റോഡ് സൈഡിൽ ഒരുത്തൻ ഇങ്ങനെ ഇരുന്നിട്ട് സിനിമ കാണുന്നുണ്ട്. അപ്പൊ അവനോട് എന്താണ് നീ സിനിമ പള്ളി അന്നേരം പറയല, ഇത് സിനിമ ഒന്നല്ല, പിന്നെ ജസ്റ്റ് ഒരു ക്ലിപ്പാണ്. 2 മണിക്കൂറത്തെ സിനിമ 4 കഷ്ണമായാൽ 4 ക്ലിപ്പാവും, അരമണിക്കൂർ വീതം. ഇപ്പൊ ആരും സിനിമ കാണല്ലോ, ക്ലിപ്പേല കാണല്ലോ. ക്ലിപ്പ് കണ്ട, സിനിമ എന്ന ഹറാമിനെ ഒറ്റയടിക്ക് ട്വിസ്റ്റ് ചെയ്ത് പേര് മാറ്റിയിട്ട് ക്ലിപ്പാക്കി. നീ കളവറയാണല്ലേ, കളവറയിൽ ഹറാമല്ലേ? അപ്പൊ എന്റെ മറുപടി, ഞാൻ കളവെന്ന് പറയുന്നില്ല, പിന്നെ ജസ്റ്റ് ഒന്ന് തള്ളിയതാണ്, ബടായി വിട്ടതാണ്. നീ ആ സാധനം മോഷ്ടിച്ചല്ലേ? മോഷണം എന്ന് പറഞ്ഞ ഭയങ്കര സംഭവമല്ലോ സാർ. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പൊക്കിയതല്ലേ ഉള്ളൂ. ഇപ്പൊ ആരും ഹറാമ് ചെയ്യലില്ലല്ലോ. പക്ഷെ ഇതിന്റെ കടുപ്പെന്ന് വെച്ചാൽ ഹറാമ് ചെയ്ത കുറ്റേ ഉള്ളൂ. അതിനെ ചെറുതാക്കല്ല, ശേഷമുള്ള കാര്യത്തിന് ഗൗരവാക്കാണ്. ഹറാമ് ചെയ്ത കുറ്റം. ഹറാമിനെ ന്യായീകരിച്ചാൽ ഒരുപക്ഷെ ഇസ്ലാം ഒന്ന് പുറത്ത് തന്നെ പോകാൻ സാധ്യതയുള്ള കാര്യമാണ്. ഉദാഹരണത്തിന് അങ്ങനെ ഒന്നും ഇവിടെ ജീവിക്കാൻ കഴിയില്ല, അകലെ നോക്കി ഇവിടെ നടക്കോ അങ്ങനെ പറയുന്ന പോലെയാണ്. 2 തെറ്റുകുറ്റങ്ങൾ ഭയങ്കര കടുപ്പാണ്. ഒന്ന് ചെയ്ത തെറ്റ് ന്യായീകരിച്ചാൽ മരിക്കുന്ന സമയത്ത് ഈമാനിന്റെ മാല ഊരിയെടുത്തിട്ട് കുഫറിന്റെ മാല ധരിപ്പിച്ചിട്ടാണ് മരിപ്പിക്കുക എന്ന് ബൈളാവിയുടെ തഫ്സീറിൽ സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനത്തിൽ അൽ ബഖറയുടെ 26-ാമത്തെ ആയത്തിന്റെ തഹ്തിൽ കാണാവുന്നതാണ്. ഹറാമ് ചെയ്യുക എന്നിട്ട് ന്യായീകരിക്കുക. മൂത്തമ്മാന്റെ മോളെ കാണും. ഇപ്പൊ ഈ കസിൻ എന്നൊക്കെ പറഞ്ഞ സ്റ്റൈല് പേര് വരലോടുകൂടി കാണലൊക്കെ ഹലാല. അതാരാ പെണ്ണെ, നിന്റെ ആരാ അത്? ഏട്ടന് കസൻ. അതോടുകൂടി ഹലാല. ചെയ്യുന്ന തെറ്റ് ഹറാമാന്ന് മാത്രമല്ല, അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ അതൊക്കെ നോക്കിയിട്ട് നടക്കും. അതിന്റെ അർത്ഥം മുഹമ്മദ് നബിയുടെ ദീനൊക്കെ ഒന്ന് എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞോട്ട് തന്നെ മാറ്റാനായിരുന്നു. ഓനെ ഇസ്ലാമിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യൂല, ഉടനെ റിമൂവ് ആവാൻ സാധ്യതയുണ്ട്. എപ്പോഴും ജാഗ്രത ഉണ്ട്. രണ്ടാമത്തെ തെറ്റിന്റെ കടുപ്പം, ഒരു തെറ്റ് ചെയ്യുക, ആ ചെയ്ത തെറ്റ് പരസ്യാക്കുക എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ കല്യാണം കുടുംബത്തിലോ മറ്റോ, എന്നിട്ട് എല്ലാവരും ചോപ്പ് അല്ലെങ്കിൽ പച്ച അല്ലെങ്കിൽ നീല ഷർട്ട് ഇട്ടിട്ട് ആ പെൺകുട്ടിയുടെ ഹറാമായ ആള് ഇപ്പുറം 7 ആളും ഹലാലായ ആള് അപ്പുറം 7 ആളും കൂടിയിട്ട് നിൽക്കുക. അന്യപുരുഷൻ ഇഖ്തിലാത്ത് ഉണ്ടാവുക ഹറാമാണല്ലോ. ശരി. ക്ലാസ്മേറ്റ് ആയ പെൺകുട്ടിയുടെ ഹറാമാണല്ലോ. ശരി. ആ ഹറാമ് ചെയ്തതിന് ശേഷം അത് സ്റ്റാറ്റസ് വെക്കുക. അതിനെ കുറിച്ച് കിതാബിലുള്ളതേ ഇൽഹാറുൽ മഅസിയത്തി ലിന്നാസ്, ഓൻ ചെയ്ത തെറ്റ് ജനങ്ങൾക്ക് വെളിവാക്കി കൊടുത്താൽ വഹുവ അബ്അദു ലിൽ മഗ്ഫിറ, അത് പുറത്തു കിട്ടൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. മുല്ലാ അലിൽ ഖാരി തന്റെ മജ്മുഉർ റസായിലിൽ എഴുതി വെക്കുന്നുണ്ട്. ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ഇബ്നു ബത്താൽ റളിയല്ലാഹു അൻഹു പറയുന്ന കാണാം, അതൊരു ധിക്കാരാണ്. അല്ലാഹുവിനോടുള്ള ധിക്കാരം, മലക്കളോട് ധിക്കാരം, സ്വാലിഹീങ്ങളോട് ധിക്കാരം. ഞാൻ തെറ്റ് ചെയ്യും, അത് ഞാൻ പരസ്യമാക്കുകയും ചെയ്യും. നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നാ അതിന്റെ അർത്ഥം. അതുകൊണ്ട് അതിനൊന്നും നമ്മൾ നിൽക്കാൻ പാടില്ല. പുതിയ കാലത്ത് സാമ്പത്തികമായ ഹറാമുകൾ പല പേരിലുമാണ് വരിക. ഉദാഹരണത്തിന് ഈ നാട്ടിൽ ഒരു പുതിയ ബിസിനസ്, ചെയിൻ ബിസിനസ് എന്തേലും പേരിൽ വന്നു എന്ന് വിചാരിക്കാം. ആംവേ അല്ലെങ്കിൽ സ്മാർട്ട് വേ എന്തെങ്കിലും ഒരു പേരിൽ വന്നു എന്ന് വിചാരിക്കാം. പള്ളിയിലുള്ള ഉസ്താദ് അത് പഠിച്ചു പറഞ്ഞു ഹറാമാണ്, ഉടനെ തന്നെ അവർ പേര് മാറ്റും.
രണ്ടാമത്തെന്ന് വെച്ചാൽ കുറച്ച് പഠിച്ചിട്ടുള്ള ഏതെങ്കിലും അരമൂലാറ് അതിലുണ്ടാവും ചെയ്യും. അതിന് മൂപ്പര് പറയും, എന്നാലും ഉസ്താമാറിലുണ്ടല്ലോ, ആ ഉസ്താമാറിന് പിന്നെ അറിയാണ്ട് ജോയിൻ ചെയ്യോ. എന്റെ ചെറുപ്പക്കാരോട് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്, എത്ര ചെക്കന്മാരുടെ കേസാ ഇപ്പറ അടുത്ത് നമ്മളിങ്ങനെ കേട്ട് വരുന്നതെന്ന് വെച്ചാൽ, ഉമ്മാന്റെ പെങ്ങളെ ഭാര്യന്റെ വളമാല സ്വർണ്ണമൊക്കെ വിറ്റ് 30-38 ലക്ഷമൊക്കെ കടായി കുറേ ബിസിനസ്സും തുടങ്ങി ലാസ്റ്റ് ഗൾഫിലേക്ക് മുങ്ങുക, കടക്കാരൊക്കെ വീട്ടിലേക്ക് വന്നിട്ട് ആ വയസ്സായി ഉപ്പിയുമ്മയും കരയാ. എന്തിനാ നമ്മുടെ ദുനിയാവ് ആഖിറ എനിക്കുള്ളത്? ആ ഉമ്മാന്റെ കണ്ണിന് ഒരു തുള്ളി കണ്ണീര് വീണാല് എന്റെ മോമിനിയങ്ങൾ നമുക്ക് ഏത് സ്വർഗ്ഗ നമുക്ക് കിട്ടുക? നിങ്ങൾ ആലോചിച്ചു, ഉള്ള ജീവിതം അടിപൊളിയായിട്ട് ജീവിക്കുക, ഹലാലായ ജീവിതം ഉണ്ടാവുക. ഇപ്പോൾ പണമടച്ചാൽ എപ്പോഴാ പെങ്ങളെ കല്യാണം? മാർച്ചിലോ. അന്ന് വില കുറവുണ്ടെങ്കിൽ ആ വിലക്ക്, അന്ന് വില കൂടുതലാണെങ്കിൽ ഇപ്പോൾ തരുന്ന വിലക്ക്, അന്ന് വില കുറവും കൂടുതലൊന്നും ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ വിലക്ക് തന്നെ. അപ്പൊ ഇപ്പോൾ പണം അടച്ചാൽ ഇപ്പൊ അടക്കുന്ന പണം എന്താണ്? സക്കാത്താണോ? അല്ല. സ്വതക്കയാണോ? അല്ല. ഹദിയാണോ? അല്ല. ഹിബത്താണോ? അല്ല. കടം കൊടുത്തിട്ട് ലാഭം വാങ്ങുന്ന എല്ലാ ഇടപാടും ഇസ്ലാമിൽ പലിശയായിരിക്കും. ഫർണിച്ചർ ഷോപ്പുകാർ, ജ്വല്ലറിക്കാരൊക്കെ പല വിധത്തിൽ പല മോഡലിൽ നടത്തുമ്പോൾ നിങ്ങൾ ഇവിടെ ഉസ്താദ്മാരോട് ശരിക്കും ചോദിക്കാം, ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ട്, കാറിന്റെ ലീസ് വൈസി വീസി എന്നെല്ലാം പറഞ്ഞിട്ട് അതെന്താണ് ഉസ്താദ് ചോദിക്കുക, പഠിക്കുക. വേണ്ട എന്ന് ഉസ്താദ് പറഞ്ഞാൽ മാറിക്കുക. വിവരില്ലാത്ത ഒരു കാര്യത്തിന് ഇടപെടാൻ നിൽക്കരുത്. പ്രത്യേകിച്ച് പലിശ ഇടപാട് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മളെ മക്കള് ചീത്തയാണ്. അതേത് സ്ഥാപനത്തിൽ കൊണ്ടുപോയി പഠിപ്പിച്ചിട്ടും കാര്യമില്ല. അവര് തിന്നുന്ന ഫുഡ് ഹലാലല്ലാത്തോണ്ട് ആ കുട്ടികൾ കേടുവരും. മക്കള് നന്നാവാനുള്ള ഏറ്റവും നല്ല വഴി നല്ല ഫുഡ് കൊടുക്കലാണ്, ഹലാലായ ഭക്ഷണം കൊടുക്കലാണെന്ന് മഹാനായ ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ അതാണ് സമ്പാദിക്കുന്ന മേഖല. ഉദാഹരണം നോക്കൂ, മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരാൾക്ക് കടം കൊടുത്തു. കിട്ടാനുള്ള കടത്തിന്റെ ഡേറ്റ് ആയി. അബൂ ഹനീഫ അയാളുടെ വീട്ടിലേക്ക് പോയി. വീട്ടിന്റെ മുറ്റത്ത് നിന്നു, ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കയറാതിരുന്നപ്പോൾ ആ കടം വാങ്ങിയ ആള് മുറ്റത്തേക്ക് വന്നിട്ട് ചോദിച്ചു, ഞാൻ നിങ്ങളോട് വാങ്ങിയ പണം, ഉദാഹരണം പറഞ്ഞ 10,000, അത് തരുമല്ലോ, നിങ്ങളെന്താ ഈ മുറ്റത്ത് നിങ്ങൾ കയറും, വീട്ടിന്റെ ഉള്ളിൽ കയറുന്നതിന് ആ വെയിലത്ത് കണ്ടല്ലോ, ഈ സൺഷെയ്ഡിന്റെ തണലെങ്കിലും കൊള്ളാലോ. അബൂ ഹനീഫ പറഞ്ഞു വേണ്ട. ആന്തേന്ന് വെച്ചു, ഞാൻ നിങ്ങൾക്ക് തന്ന 10,000 ആ 10,000 എനിക്ക് തിരിച്ചു തരുമല്ലോ. തീർന്ന് കണക്ക് ക്ലോസ് ചെയ്തു. പിന്നെ അതിന്റെ കൂടെ നിങ്ങൾ 10,000 എനിക്ക് തരിക, പ്ലസ് നിങ്ങളെ വീടിന്റെ തണല് കൂടി ഞാൻ അനുഭവിക്കുമ്പോ കടം തന്നിട്ട് കടം തിരിച്ചു തന്നു, പ്ലസ് ലാഭമല്ലേ തണൽ, പലിശ ആവുമെന്ന് പേടിയുണ്ടാക്കുക. വേണ്ട. ഈ അബൂ ഹനീഫ തങ്ങൾ പോണ്ട സ്വർഗ്ഗല്ലേ നമ്മൾ കൊതിക്കുന്നത്? എല്ലാ മോമിനിയും എല്ലായിടത്തുനിന്നും പണക്കൊതിയോടെ ജീവിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു ആർത്തിയുടെ സ്വഭാവം, ഇപ്പോഴത്തെ ആർത്തിയാണ്. ഞാൻ ഏട്ടനോട് എങ്ങനെ കച്ചവടം നടത്തല്, മൂപ്പരോട് എങ്ങനെ ലാഭം വാങ്ങല് എന്നുള്ള ഒരു തലചൊറിച്ചലാണ് നമുക്ക് മൊത്തത്തിൽ. എന്ത് ചെയ്താലും എനിക്ക് 500 കിട്ടോ, ഓൻക്ക് കിട്ടുന്ന 500 250 എനിക്ക് കിട്ടോ, എങ്ങനെ ചിന്തിച്ചാൽ ദുനിയാവിൽ ഒരു രസം ഉണ്ടാവില്ല, ജീവിതത്തിന് ഒരു ഈമാൻ കിട്ടാത്ത ജീവിതമായിരിക്കും. അങ്ങനെ ആവാതെ സമ്പാദിക്കുന്നതൊക്കെ ഒരാളെയും പറ്റിച്ചിട്ടാവാതെ പ്യുർ ഹലാലാവും. ഇനി ചെലവഴിക്കുന്നത് ഇസ്രാഫാവരുത്. അള്ളാഹു പൊരുത്തപ്പെടുന്നിട്ട് മാത്രം ചെലവഴിക്കുക. ചില ആൾക്കാര് കുടുംബത്തിനൊന്നും കൊടുക്കൂല, നാട്ടിൽ ഭയങ്കര ചാരിറ്റി ഒക്കെ നടത്തും. ഉദാഹരണത്തിന് ഇവിടെ ഒരു ഈ മുറ്റത്ത് ഇന്റർലോക്ക് ഇടാൻ, ഉദാഹരണമാണ് കേട്ടോ, അങ്ങനെ കമ്മിറ്റിക്കാർ പറഞ്ഞിട്ടൊന്നുമില്ല, ഉദാഹരണം പറയാം. ഇന്റർലോക്ക് ഇടാൻ നമുക്ക് കുറച്ച് പൈസ വേണം, 10,000 രൂപ തരാൻ പറ്റിയ ഒരു 10 ആള് കൈവെക്കുന്ന ഒരാൾ കൈവെക്കുക. അപ്പൊ ഞാൻ മെയ്ക്കലൂടെ പറഞ്ഞു, ആ അൽഹംദുലില്ലാ, എന്താ പേര്? അബൂട്ടി ഹാജി. അങ്ങനെ ആരും ഇല്ലല്ലോ ഇവിടെ? ഉണ്ടോ? ഭാഗ്യം. ഇല്ലാത്ത പേരെന്നെ ഞാൻ സെലക്ട് ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ ഉസ്താദ് എന്തോ പറഞ്ഞു കൊടുത്തും വെറുതെ അടുത്ത വിവാദത്തിന് കൈകയില പണി. അബൂട്ടി ഹാജി. അപ്പൊ ഞാൻ അബൂട്ടി ഹാജി 10,000 എന്ന് പറഞ്ഞപ്പോ ഈ കർട്ടന്റെ അപ്പുറത്തുനിന്ന് ഓരോ ഭാര്യ ഉണ്ടാവും. അപ്പൊ നമ്മളെ മാപ്പിളല്ലേ, ഇന്നലെല്ലാം പറഞ്ഞ അണ്ടിപ്പരിപ്പ് വാങ്ങാൻ പറഞ്ഞ പൈസ ഇല്ലോ. അങ്ങനത്തെ ചില മനുഷ്യന്മാരുണ്ട്, കുടുംബത്തിന് ചെലവാക്കൂല, നാട്ടിൽ ഭയങ്കര സേവനം. അത് ശരിയല്ല, ഇസ്ലാമിൽ അങ്ങനത്തെ ഹദിയകൾ കുടുംബക്കാർക്കും അയൽവാസികൾക്കും കൊടുക്കാതെ നാട്ടുകാർക്ക് മൊത്തം വിതരണം ചെയ്യുന്ന ഹദിയകളെ സൂഫിയാക്കൾ സ്വീകരിക്കാറില്ലെന്ന് മഹാനായ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിൽ വായിച്ചു കൊടുക്കുക. കാരണം അവര് വലിയ സുന്നത്ത് ഒഴിവാക്കിയിട്ട് ആ ചെറിയ സുന്നത്തിലേക്ക് വരുന്നത്.
അപ്പൊ നമ്മൾ ചെലവഴിക്കുമ്പോൾ കുടുംബത്തിന് കൊടുക്കണം. അതെന്താന്ന് വെച്ചാൽ നമുക്ക് ഈ കൊടുക്കുന്ന സമയത്ത് ഒരു പേര് കിട്ടിയാലേ വൈബാവുള്ളൂ. ഉദാഹരണത്തിന് ഞങ്ങളോട് ചെറിയ സംഭാവന ഒഴിച്ചത് ഒരു 500 രൂപ തരാൻ പറ്റുന്ന 10 ആള് കൈവെക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് 10 ആള് പടപടാ കൈവെക്കും. ശരി ശരി, അതേ ഞാൻ തന്നെ പറയാണ്, ട്രെയിനിന്റെ സമയമായി, സംഭാവന എന്തെങ്കിലുമൊക്കെ വാങ്ങിയാൽ നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ബക്കറ്റ് കൊടുത്ത് വെച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഒരു മനുഷ്യൻ പോലും അതിൽ 500 ഇടൂല. എന്താ കാരണം? ബക്കറ്റായിട്ട് പൊട്ടിയെങ്കിലും 500ന്റെ കാലത്തിൽ കണ്ടാ കണ്ടാ എന്താ എന്തുകൊണ്ട് നമ്മൾ 500 ബക്കറ്റിൽ ഇടാതെ? കണ്ടാ സാധനം മനസ്സിലായില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കൊടുക്കുന്നത് അല്ലാഹുവിന് വേണ്ടി ആവണം. ആര് കാണാൻ, ആര് വായിക്കാൻ, ആരെ ബോധ്യപ്പെടുത്താൻ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്? ഒരാളെ അങ്ങനെ ഒരു പാവായിട്ട് ജീവിച്ചു പോകും. ആയിഷ ബീവി പറഞ്ഞല്ലോ, യാ ലൈതനി കുന്തു നസിയം മൻസിയാൻ, എന്നെ ആരും അറിയാത്ത ആളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്നെ ആരും അറിയാലോ അങ്ങനെ. ഇപ്പൊ ഞാനിവിടെ വരുമ്പോൾ നിങ്ങളെല്ലാരും എണീച്ചെന്ന് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പേടിയാ വേണ്ടത്. കാരണം ഒരു ഉസ്താദിനെ കണ്ട് എണീറ്റിക്കൽ സുന്നത്താന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിയെന്നല്ലാതെ എനിക്കിപ്പോ എന്താ കൊണ്ട് കിട്ടിയ? എണീറ്റിക്കണം എന്ന് ആഗ്രഹിക്കരുത്. എല്ലായിടത്തും പോയാലും എനിക്ക് സീറ്റ് കിട്ടണം എന്ന് കൊതിക്കരുത്. അങ്ങനെ സീറ്റ് കിട്ടണം ഏത് മജ്‌ലിസിലും എന്ന് കൊതിച്ചാൽ നരക സീറ്റ് ഉറപ്പിച്ചോട്ടെ എന്ന് അലി റളിയല്ലാഹു പറയുന്നത്. എനിക്ക് നരക സീറ്റ് ഉറപ്പാണ്. എന്നെ കണ്ട എല്ലാവരും എനിക്കൊരു സീറ്റ് തരണം എന്ന് വിചാരിച്ചാൽ എനിക്ക് നരക സീറ്റ് ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ കൺഫേം ആണ്. വെയിറ്റിംഗ് ലിസ്റ്റ് അല്ല. അഥവാ അബൂജഹലാറ്റ് അവിടെ ഇരുന്നെങ്കിൽ ഹലോ B1 C1 കാണിച്ചു കൊടുക്കാം. സമ്പാദിക്കുന്നത് ഹലാല്, ചെലവഴിക്കുന്നത് ഇബാദത്ത്. ലാസ്റ്റ് കാര്യം പറഞ്ഞ എന്റെ സംസാരം. നാലാമത്തെ, നമുക്ക് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോകാൻ സാധ്യതയുള്ള ഒരു അനുഗ്രഹമാണ് മക്കൾ. ഇപ്പൊ ഓരോരാൾക്ക് തോന്നിയതുപോലെയാണ് പാരന്റിങ്. എനിക്ക് തോന്നിയ പോലെ ഞാൻ മക്കളെ വളർത്തുക, ഇവർക്ക് തോന്നിയ പോലെ ഇവര് മക്കളെ വളർത്തുക, അടുത്ത ആള് മക്കളെ അയാൾക്ക് തോന്നിയ പോലെ വളർത്തുക. അതല്ലല്ലോ ഇസ്ലാമിൽ ഒരു പാരന്റിങ് ഉണ്ട്. എങ്ങനെയാ മക്കളെ വളർത്തേണ്ടത്? ശരിക്കും മക്കള് നന്നായി കിട്ടിയാലുള്ള മെച്ചം എന്താന്ന് വെച്ചാല് ധൈര്യമായിട്ട് ഖബറിൽ കിടക്കാന്നുള്ളതാണ്. ആ ഖബർ എന്ന മണിയറയാക്കി തരാൻ ഇവിടെ വൻ ടീമുണ്ടല്ലോ. പിന്നെ ഇതിനെ പേടിക്കേണ്ട ആവശ്യം. അല്ലാഹു നമ്മളെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. ഇവിടെ കിടക്കുന്നവരുടെ ബർക്കത്തുണ്ട്. അല്ലാഹു നമ്മളെ മക്കളെ ഖൈറിന്റെ അഹ്ലുകാരാക്കട്ടെ. മക്കള് നന്നാവാൻ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മളെ മക്കൾ സ്വാലിഹീങ്ങളാവാൻ സാധ്യത കൂടുതലാണ്. ഒന്ന്, മക്കള് നന്നാവാൻ എപ്പോഴും ഉമ്മി അള്ളാഹുവിനോട് ദ്വാരക്കുക. ഉസ്താമാരെ കൊണ്ട് ദ്വാരപ്പിക്കൽ മാത്രമല്ല, നമ്മളും ദ്വാരക്കണം. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി അനുകൂലായാലും പ്രതികൂലായാലും ദ്വാരനാലും വേഗം ഇജാബത്ത് ഉണ്ടാവും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരിക്കലും അവർക്ക് എതിരെ ദുആ ചെയ്യരുത്. നീ നന്നാവൂല, നീ ഒരിക്കലും നന്നാവൂല എന്നൊന്നും പറയുന്നു. ശപിക്കരുത്. എത്ര മുടി ഫ്രീക്കനായാലും എത്ര ലേറ്റ് ആയിട്ട് വീട്ടിലേക്ക് വന്നാലും നിങ്ങൾ പറഞ്ഞിട്ട് എത്ര അനുസരിക്കുന്നില്ലെങ്കിലും ദയവ് ചെയ്തിട്ട് കുട്ടികൾക്കെതിരെ ശാപം ഉണ്ടാവരുത്. കുട്ടികളെ ശപിക്കരുത്. ഒരുപക്ഷെ അവൻ 25 കൊല്ലം തമ്മാടിയായിട്ട് നടന്ന ആ തമ്മാടിത്ത ജീവിതത്തിനേക്കാൾ അപകടം നിങ്ങൾ പറഞ്ഞ 2 മിനിറ്റത്തെ ശാപവാക്കായിരിക്കും എന്ന് കിതാബുകളിൽ ഉണ്ട്. വിശദ പഠനത്തിന് ഹുസ്നു തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന കിതാബ് നോക്കിയാൽ മതി. ഒരു ഘട്ടത്തിലോ ചെയ്യരുത്. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഒരാൾ വന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ മോന് തീരെ പറഞ്ഞനുസരിക്കണില്ല. ഇഹ്യാ ഉലൂമുദ്ദീനിലുണ്ട് ചരിത്രം. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു അയാളോട് ചോദിച്ചു, ഹൽ ദഅൗത അലൈഹി, നീ മോനിക്കെതിരെ ദ്വാരക്കാറുണ്ടോ? ഇടക്കിടക്ക് അവൻ പറഞ്ഞനുസരിക്കുന്നില്ലെങ്കിൽ നീ ഒന്നും നന്നാവില്ല. പറയല്ല, എന്നാ വിട്ടോളി. അടുത്ത ടോക്കൻ അടുത്തോളൂ, ഇവിടെ നീ ഇനി നന്നാവില്ല, മോൻ നന്നാവില്ല. കാരണം എതിരെ ദ്വാരക്കാൻ. ചില ആൾ ഇപ്പോഴും ഉണ്ടല്ലോ ഉപ്പമാര്, ഞാൻ വീട്ടിൽ കയറിയാൽ പിള്ളേർ പിന്നെ മണ്ടൂല. ഒരു പെരുമ്പാമ്പ് കയറിയാലും അങ്ങനെ തന്നെ എല്ലാവരും മണ്ടൂല. പെരുമ്പാമ്പൊന്നല്ല, ചേര കയറിയാൽ മതി. വലിയ കാര്യമായിട്ട് പറയുന്ന ഉപ്പമാരിലുണ്ട്, കാരണന്മാരല്ലോ. ഞാൻ വീട്ടിൽ കയറിയാൽ പിള്ളേർ മണ്ടൂല.
അബൂ ഹാസിം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ലോകത്തെ ഏറ്റവും ഷർറായ മോശമായ മനുഷ്യൻ ആരാന്ന് വെച്ചാൽ കുടുംബാംഗങ്ങളെല്ലാവരും സന്തോഷത്തോടെ ചിരിച്ച് ആനന്ദത്തോടെ ഇരിക്കുമ്പോൾ ഇയാൾ കയറിപ്പോകുമ്പോൾ അവർക്കൊക്കെ ടെൻഷൻ ആകുന്നുണ്ടെങ്കിൽ ഇയാളാണ് ഏറ്റവും മോശം മനുഷ്യൻ. തുഹ്ഫത്തുൽ ഇബാദ് എന്ന കിതാബിലുണ്ട് ഇബാറത്ത്. ഞാൻ ക്ലാസ് റൂമിൽ കയറിയ വനാന്തയിലൂടെ ഒന്ന് നടന്നാ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വീട്ടിൽ കയറിയ പിള്ളേരെല്ലാം ഓടി വരും, മടിയിലിരിക്കും, തോളത്തിരിക്കും, അങ്ങനെയൊക്കെ ഇരിക്കും. നമ്മളെപ്പോഴും കുട്ടിക്ക് വേണ്ടി നല്ലോണം ദുആ ചെയ്യണം. പ്രധാനമായിട്ടും 5 വക്ത നിസ്കാര ശേഷം, തഹജ്ജുദിന് ശേഷം, സംസം വെള്ളം കുടിക്കുന്നതിന് മുമ്പ് സ്വാലിഹീങ്ങളുടെ മഖ്ബറയുടെ ചാരത്ത് വെച്ച് ഇങ്ങനെ ദുആഇന് ഉത്തരവുണ്ട് എന്ന് പറയുന്ന സ്ഥലം, സമയം, വ്യക്തികളോട് ഈ സന്ദർഭങ്ങളിലൊക്കെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഏത് തെറ്റുകാരനും എത്ര അഡിക്ഷൻ ആയാലും കുട്ടികൾ നന്നാവാനുള്ള വഴി എന്ന് പറയുന്നത് ഡി അഡിക്ഷൻ സെന്ററുകളെക്കാൾ, കൺസൾട്ടിംഗ് സെന്ററുകളെക്കാൾ അള്ളാഹുവിനോട് പറയലാണ്. ചരിത്രത്തിലേക്ക് വരാം. ഷഹറാനി ഇമാമിന്റെ വളരെ പ്രശസ്തമായ ഒരു കിതാബാണ് ഹാദിൽ ഹായിരീൻ ഇലാ റുസൂമി അഖ്ലാഖിൽ ആരിഫീൻ. കിതാബിലെ പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ സൂഫിയാക്കേണ്ട സ്വഭാവത്തെ കുറിച്ച് പറയുന്ന കിതാബാണ്. അതിലൊരു ചരിത്രം പറയുന്നുണ്ട്. ഒരു സൂഫിയായ പണ്ഡിതൻ ആ മഹാന്റെ അടുത്തേക്ക് നാട്ടിലുള്ള കുറച്ച് ചെറുപ്പക്കാരും മറ്റൊക്കെ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ മോന് ഭയങ്കര മദ്യം. എന്റെ മോന് മദ്യപിക്കാൻ, അയ്യോ നിങ്ങൾക്ക് എന്നോട് കുടുംബത്തോടെ മറ്റേ അസൂയ വെറുപ്പുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. എന്റെ മോനെ മദ്യപിക്കാം ഒരു സാധ്യതയില്ല. നിങ്ങൾക്ക് എന്നോട് അസൂയ ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞോ. ഈ 4-5 ചെറുപ്പക്കാർ വളരെ നിഷ്കളങ്കരായി, നാസ്വിഹീങ്ങളായി, ഗുണകാംക്ഷ ആഗ്രഹിച്ചിട്ട് പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാല് ആ മോനെ നന്നായിക്കോട്ടെ, ഉപ്പൊന്ന് ഇടപെട്ടോട്ടെ, ഉപ്പ അറിയാത്തോണ്ടായിരിക്കും അത് സംഭവിക്കുന്നു ഒക്കെ വിചാരിച്ച് പറഞ്ഞതാ. പക്ഷെ ഉപ്പ നേരെ ഉൾട്ടയായിട്ടാണ് എടുത്തേക്കണം. ഇവർക്കാകെ ടെൻഷൻ. പിന്നീട് ഒരു ദിവസം ഈ മോനെ കള്ളു കുടിച്ച് ലക്ക് 8 മസ്തിൽ കിടക്കുമ്പോ ഈ കുട്ടിനെ ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് എങ്ങനെ തന്നെ കൊണ്ടുവന്ന് വീട്ടിന്റെ മുറ്റത്ത് വാതിലിന്റെ അടുത്ത് എത്തിച്ച് ഇങ്ങനെ വാതിൽ മുട്ടി. വാതിൽ തുറന്നു. ഈ സൂഫിയായ ഉപ്പയായ പണ്ഡിതൻ. എന്താ കാര്യം? ഒന്നുമില്ല. ഇത് നോക്കുമ്പോഴാണ് മകൻ മദ്യപിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്ന. ആ ഉപ്പ പൊട്ടി കരഞ്ഞു. ഞാൻ ഇങ്ങനെയല്ലല്ലോ വളർത്തിയത് എന്ന വിചാരത്തിൽ അന്ന് പാതിരാത്രി ദീർഘസമയം ഒരുപാട് നേരം കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആയിരുന്നു. എന്നിട്ട് പറഞ്ഞു, നീ എന്റെ മോനെ ഏറ്റെടുക്കണേ, എന്നെ കൊണ്ട് എന്റെ മോനെ നന്നാക്കാൻ കഴിയില്ല. അത്ഭുതം, മഹാത്ഭുതം സംഭവിച്ചു. പിറ്റേന്ന് മുതല് മദ്യം, കള്ളുകുടി ജീവിതത്തിന്റെ ഹോബിയാക്കി മാറ്റിയ ഒരാള് മാറുന്ന പോലെ എന്ന് വെച്ചാൽ മരണം വരെ ഈ കുട്ടി ഒരു കള്ളിന്റെ മദ്യത്തിന്റെ കുപ്പി ചഷകം തൊട്ടിട്ടില്ല. അള്ളാനോട് പറയാം, അതാ പരിഹാരം. 5 വക്ത് നിസ്കാര ശേഷം ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ, സമയങ്ങളിലൊക്കെ മക്കൾ നന്നാൻ വേണ്ടി ദ്വാരക്കുക. അള്ളാഹു നമ്മളെ മക്കളെ ഈ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട് നന്നാക്കി തരട്ടെ. നമുക്ക് തന്ന മക്കൾ, തരുന്ന മക്കളെ എല്ലാവരെയും നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാൻ. നിന്റെ മോളതാ ഒരുത്തന്റെ കൂടെ, കാഫറിന്റെ കൂടെ, ഒരു അവിശ്വാസിയുടെ കൂടെ ഒളിച്ചോടി പോയിട്ട് നിന്റെ മോനതാ റോഡ് സൈഡിൽ അവിടെ മദ്യപിച്ച് കിടക്കുന്നു. ഇതൊക്കെ നമ്മളെ ചെവിയോട് കേൾക്കേണ്ടി വന്നാൽ നമ്മൾ തന്നെ ചിന്തിക്കൂല, ഈ ദുനിയാവിൽ ഞാൻ എന്തിനാ ജീവിക്കണത്? നീ കാക്കണേ റഹ്മാനെ. ആ പ്രാർത്ഥനയും ആഗ്രഹവും നമ്മൾ അള്ളാനോട് നടത്തുക. രണ്ടാമത്തത്, മക്കള് നന്നാവാൻ നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, മക്കൾക്ക് കഴിക്കാൻ കൊടുക്കുന്നതും നമ്മൾ കഴിക്കുന്നതുമായ ഫുഡ് പ്യുവർ ഹലാലാവണം. നേരത്തെ സാമ്പത്തിക ശുദ്ധി കൂടുതൽ വിശദീകരിച്ചതുകൊണ്ട് ഈ ഏരിയ എനിക്ക് എളുപ്പമായി പറയാൻ. പലിശ ഇടപാട്, ഹറാമായ ബന്ധം, ഇതൊന്നും ഉണ്ടാവില്ല. മോരും വെള്ളവും വെക്കുന്നുണ്ട്, അതേ കടക്കാരൻ തന്നെ ലോട്ടറിയും വെക്കുന്നുണ്ടെങ്കിൽ അവിടുന്ന് മോരും വെള്ളം കുടിക്കരുത്. കിട്ടിയെടുത്തുന്നൊക്കെ ഷവർമ ചിക്കൻ 65 എത്ര 5 എന്ന് എനിക്കറിയില്ല, ഡ്രൈ ചിക്കൻ. ഈ ചിക്കനൊക്കെ അറക്കുന്നുണ്ടോന്ന് ഒരു മൊന്നെങ്കിലും, ഒരു ഭാവനെങ്കിലും നമുക്ക് ഉണ്ടാവണം. കിട്ടിയെടുത്തുന്നൊക്കെ വെട്ടി വിഴുങ്ങുക, തിന്നുക എന്ന ഭാവന നമുക്ക് ഉണ്ടാവണം. നമുക്കൊരു സൂക്ഷ്മത ഉണ്ടാണ് ജീവിതത്തിൽ. സാമ്പത്തിക ശുദ്ധി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇവിടെ 3 ഏരിയകളിൽ നിന്ന് സംസാരിക്കേണ്ടതുണ്ട്. കുറച്ച് വേഗതയിൽ വാട്സപ്പ് 2ലൊക്കെ ഇട്ടിട്ട് പോണ പോലെ നമുക്ക് പോയേക്കാം, എന്നാലേ നമുക്ക് തീരൂ. ഒന്ന്, വിവാഹം കഴിക്കുന്ന സമയത്ത് ഭാര്യക്ക് കൊടുക്കുന്ന മഹറും
പിന്നീട് ഭാര്യക്ക് മാസാമാസം കൊടുക്കുന്ന ചെലവിന്റെ പൈസയും പ്യുവർ ഹലാലായാൽ അവർക്ക് ജനിക്കുന്ന മക്കൾ സ്വാലിഹീങ്ങളാകുമെന്ന് നജ്മുദ്ദീൻ അൽ ഉസ്സി തങ്ങളുടെ ഹുസ്നു തനബ്ബുഹ് എന്ന കിതാബിൽ കാണാം. രണ്ടാമത്തത്, കുട്ടി ഹലാലായ ഭക്ഷണം കഴിച്ചാലേ നന്നാവുള്ളൂ എന്ന് പറയുന്നിടത്ത് ഗസാലി ഇമാം ഇഹ്യയിൽ പറയുന്നുണ്ട്, ആദ്യം കുട്ടി കഴിക്കുന്ന ഫുഡ് പാനീയം ഉമ്മയുടെ മുലപ്പാലാണ്. ആ ഉമ്മയുടെ മുലപ്പാല് ഹലാലാണ്. അതിന് നീ ഭാര്യക്ക് കൊടുക്കുന്ന ഭക്ഷണം ഹലാലാണ്. അതിന് നീ സമ്പാദിക്കുന്ന പണം ഹലാലാണ്. എങ്കിലേ മക്കൾ നന്നാവുള്ളൂ. മാസാമാസം മക്കാമി കൊണ്ടുവന്നിട്ട് കുട്ടി ഹറാമും തിന്നിട്ട് വളരുന്ന കുട്ടിയാണെങ്കിൽ ഫഅന്നായുസ്തജാബു, ഹദീസിലുള്ളതാ, ഫഅന്നായുസ്തജാബു, ഓൻ ദുആർക്കുന്ന ദുആയിന് എങ്ങനെ ഉത്തരം കിട്ടുക? അവൻ ധരിക്കുന്ന വസ്ത്രം ഹറാമല്ലേ, അവൻ കഴിക്കുന്ന ഫുഡ് ഹറാമല്ലേ, അവൻ കുടിക്കുന്ന പാനീയം ഹറാമല്ലേ, എന്നിട്ട് യാ റബ്ബി യാ റബ്ബി യാ റബ്ബി എന്ന് ദുആർക്കുക. എങ്ങനെയാ ദുആഇന് ഉത്തരം കിട്ടുക എന്ന ചോദ്യവുമായിട്ട് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗസാലി ഇമാമിന്റെ ഉസ്താദാണ് ഇമാം ഹറമൈനി റളിയല്ലാഹു അൻഹു. രണ്ട് ഹറമയിലും ദർസ് നടത്തിയ ആളാണ് ഇമാം ഹറമൈനി റളിയല്ലാഹു അൻഹു. ഈ ഹറമൈനി ഇമാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവരുടെ ഒരു അനുഭവം. അവരിങ്ങനെ സംവാദം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സുന്നത്തെ ജമാഅത്തിന്റെ വിരുദ്ധരുമായി സംവാദം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ വാക്കിൽ ഒരു ഇടർച്ച വന്നുപോയി. അപ്പൊ അനുയായികള് സംവാദം കഴിഞ്ഞിട്ട് ചോദിച്ചു, ഉസ്താദ് വളരെ ഫ്ലുവന്റ് ആയിട്ട് പ്രസംഗിക്കുന്ന, സംവാദം നടത്തുന്ന, ഖണ്ഡന മണ്ഡനങ്ങൾ നടത്തുന്ന ആളല്ലേ, ഈ ഉസ്താദ് എങ്ങനെയാ പെട്ടെന്ന് സംസാരത്തിൽ ഒരു കൊഞ്ഞു വരുന്ന പോലെ, ഒരു കക്ക് വരുന്ന പോലെ പെട്ടെന്ന് ഒരു ഇടർച്ച വന്നു പോയത്? അതെ, എന്റെ കുഞ്ഞിളം കാലത്ത്, അഥവാ ഞാൻ എൻ്റെ ഉമ്മയുടെ പാല് കുടിക്കണ കാലത്ത് എൻ്റെ ഉപ്പയായ ജുവൈനി ഇമാമ് ഉമ്മാനോട്, അഥവാ അവരുടെ ഭാര്യയോട്, എൻ്റെ ഉമ്മാനോട് പറഞ്ഞൊരു പ്രത്യേകമായ വസിയത്ത്, നീയല്ലാതെ കുട്ടിക്ക് പാല് കൊടുക്കരുത്. അന്ന് ഈ അടിമ സ്ത്രീകൾ കുട്ടിക്ക് പാല് കൊടുക്കാൻ വരുന്ന കാലാണ്. ഈറ്റിന് നിൽക്കുന്ന പോലെ, പ്രസവ ശുശ്രൂഷക്കൊക്കെ പെണ്ണുങ്ങൾ വരുന്ന പോലെ നീയല്ലാതെ പാല് കൊടുക്കാൻ പാടില്ല. ഒരു ദിവസം എൻ്റെ ഉപ്പ ഇങ്ങനെ കയറി വരുമ്പോൾ അടിമ പെണ്ണുങ്ങൾ ഞാൻ കരയുന്ന കണ്ടിട്ട് വേഗം എനിക്ക് പാല് തരുന്ന കണ്ടപ്പോൾ എന്നെ പിടിച്ചെടുത്ത് കാല് മേലെയും തല താഴെയാക്കിയിട്ട് വിരല് വായിലിട്ടിട്ട് ഛർദിപ്പിച്ചു മുഴുവൻ. അടിമ സ്ത്രീകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ സമ്പാദിക്കുന്നത് ഹറാമും ഹലാലൊന്നും ഒരിക്കലും സൂക്ഷ്മത ഉണ്ടാവണമെന്നില്ല എന്ന് പറഞ്ഞിട്ട് ഛർദിപ്പിച്ചു. ആ ഛർദിപ്പിച്ചത് ഫുള്ള് പോയിട്ടുണ്ടെങ്കിലും ചെറിയ ഒരു നനവെണ്ണാക്കിലും മറ്റൊക്കെ അള്ളിപ്പിടിച്ചിട്ടുണ്ടാവുമല്ലോ, അതിന്റെ ഒരു പ്രശ്നമാണ് ഇപ്പൊ എന്റെ സംസാരത്തെ വന്നുപോയത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ മക്കളെല്ലാം കാര്യം കുറച്ചൊരു നമ്മളെ ഏതായാലും അങ്ങനെ പോയി നമ്മളെ മക്കളെങ്കിലും നന്നായിക്കോട്ടില്ലേ, അവരെ വർക്കത്തും നമുക്ക് സ്വർഗം കിട്ടണ്ടേ. അതിന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ മുഅ്മിനീങ്ങൾ, ഹലാല് മാത്രം കുട്ടികളെ കഴിപ്പിക്കും. അബൂ ദുജാന റളിയല്ലാഹു അൻഹു എപ്പോഴും സുബഹിസ്കാരം കഴിഞ്ഞ ഉടനെ വേഗം പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച്, അബൂ ദുജാനക്ക് അള്ളാഹിനോടൊന്നും ദ്വാരക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്തോ ഒന്നും പറയാനൊന്നുമില്ല. ഉണ്ട്, പിന്നെന്തേ? അത് എൻ്റെ വീട്ടിന്റെ അപ്പുറത്തുള്ള വീട്, ആ വീട്ടിലെ ഈന്തപ്പന മരം അത് കുറച്ച് എൻ്റെ വീടിന്റെ മതിലിനോട് ചേർന്ന് ചാരിയിട്ടുള്ളത്. കാറ്റടിച്ചാൽ അതിൽ ഈത്തപ്പഴമൊക്കെ എൻ്റെ പറമ്പിലേക്ക് വീഴും. എൻ്റെ മക്കളാണെങ്കിൽ ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിലുള്ള മക്കളാണ്. അവരതങ്ങാനും എടുത്ത് തിന്നാലോ എന്ന് പേടിച്ചിട്ട് ഓടിപ്പോയിട്ട് അതൊക്കെ അപ്പുറത്തെ പറമ്പിലേക്ക് എറിയാൻ വേണ്ടി പോവാണ്. മക്കള് നന്നാവാൻ ആ മഹാന്മാരുടെ ഒരു സൂക്ഷ്മത നോക്കി. പഴയകാല ഭാര്യമാര്, ഭർത്താക്കന്മാര് രാവിലെ ജോലിക്ക് പോകുമ്പോൾ പറയുന്ന ഒരു റിക്വസ്റ്റ് കിതാബിലുണ്ട്, നിങ്ങൾ രാത്രി വൈകുന്നേരം തിരിച്ചു വരുമ്പോ നിങ്ങൾ കൊണ്ടുവരുന്നത് ഹലാലാവണേ. രാവിലെ ഇവിടുന്ന് കഷ്ടപ്പെട്ടിട്ട് പോയി വൈകുന്നേരം വരെ സമ്പാദിക്കുന്നത് നമുക്ക് തിന്നാൻ തരാനാണ്, മക്കൾക്ക് തിന്നാൻ തരാൻ നമുക്കറിയാം. അഥവാ ഏതെങ്കിലും ദിവസം കച്ചവടം പൊട്ടിയിട്ടോ അല്ലെങ്കിൽ ബിസിനസ് ഡള്ളായിട്ടോ നഷ്ടക്കച്ചവടം ആയതിന്റെ പേരിൽ ഹറാമും കൊണ്ടുവന്നിട്ട് നമ്മളെ നരകത്തിലെ തീറ്റിക്കല്ലേ, വെറും കൈയോടെ വന്നിട്ട് പട്ടിണി ാലും കുഴപ്പമില്ല, ഹറാമ് കൊണ്ടുവന്നൊക്കെ അല്ലേ എന്ന് പഴയകാല ഭാര്യമാര് പറയുന്ന കിതാബിലുണ്ട്. ഇന്നത്തെ ഭാര്യമാർ ലോണാണെങ്കിൽ ലോൺ ഒരു വണ്ടി എടുക്കും മനുഷ്യർ എത്രയായി പറയുന്നു.
ലോണും പലിശയൊക്കെ. പണ്ടൊക്കെ പലിശന്റെ മസാല ഭയങ്കര സൂക്ഷ്മതയിൽ ആൾക്കാർ ചോദിക്കില്ല. ഇപ്പൊ എന്ന് പറഞ്ഞാല് പലിശന്റെ പണം കുറച്ച് കയ്യിൽ കുടുങ്ങിയിട്ടുണ്ട്, പിന്നെ ബസ് സ്റ്റോപ്പൊക്കെ എടുത്തൂടെ, പണ്ട് അങ്ങനെ ചോദിച്ചിരുന്നത്. ഇപ്പൊ കുറച്ച് ഇങ്ങോട്ടേക്ക് മാറിയിട്ട് ഉസ്താദേ വീട്ടിലെ ടോയ്ലറ്റ് എടുക്കാല്ലേ അല്ലെ, അത് കുറച്ചും കൂടി ഇപ്പുറത്തേക്ക് വന്നിട്ട് വീട്ടിന്റെ മുറ്റത്ത് ഇന്റർലോക്ക് എടുക്കാല്ലേ, ഇപ്പൊ പുറക്കേക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. യൂറോപ്പും ഏഷ്യൻ ക്ലോസറ്റിലേക്കൊക്കെ ഇപ്പം വരും. നമ്മൾ എന്നെ ലിബറലായി എന്നാണ് ആ പറഞ്ഞതിന്റെ ഒക്കെ അർത്ഥം. നമ്മൾ എന്നെ ഈ പലിശ ഇടപാടുണ്ടെങ്കിൽ മരണം മോശമാവുമെന്ന് കിതാബുകളിലൊക്കെ കാണാം. ഇപ്പൊ ഹലാലാവില്ല തിന്നുന്നത്. ബക്കറ്റ് വരുന്നു. നല്ല സംഭാവന കൊടുക്കുക. അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾക്ക് ആമീൻ പറയാൻ തൗഫീഖ് ചെയ്യട്ടെ. ഓ ഇത്രയും മനുഷ്യന്മാരുണ്ട്. മൂന്നാമത്തെ കാര്യം കൂടി പറഞ്ഞ എന്റെ സംസാരം നിർത്താം. മക്കള് നന്നാവാനുള്ള മൂന്നാമത്തെ കാര്യം, ഒന്ന് അവർക്ക് നന്നായി ദുആ ചെയ്യുക, രണ്ട് ഹലാല് മാത്രം കുട്ടികൾക്ക് കൊടുക്കുക. മൂന്നാമത്തെ കാര്യം മാതാപിതാക്കൾ സ്വാലിഹീങ്ങളാവുക എന്നുള്ളത്. ഓട്ടോറിക്ഷന്റെ മുമ്പിലത്തെ ടയറാണ് മക്കള്, ബേക്കിലത്തെ 2 ടയർ ഉപ്പിയുമ്മിയാണ്. ഏതെങ്കിലും ടയർ പഞ്ചറായാൽ ഓട്ടോന് എത്ര കുറ്റം പറഞ്ഞിട്ടും കാര്യം. പൊതുവെ നമ്മളെ നാട്ടിലെ ആണുങ്ങന്മാര് കുറച്ചൊരു ശ്രദ്ധ കുറവുള്ളവരാണോ എന്ന് തോന്നാറുണ്ട്. എല്ലാം ആരെ ഏൽപ്പിക്കുക? ഉമ്മാനെ ഏൽപ്പിക്കുക. അതാ ഫാത്തിമ നീ നോക്കണേ, ആണ് തിരക്കും കാര്യമല്ല, പിന്നെ എന്തൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ജീപ്പേ, അതാ നമ്മളെ പരിപാടി വേണം ജീപ്പേ. മക്കളെ തർബിയത്ത് ചെയ്യുന്നിട്ട് ആണുങ്ങന്മാര് ശ്രദ്ധിക്കലും വളരെ കുറവാണ്. ഉപ്പി ഉമ്മിയും കൂടി നോക്കുക മക്കളെ. കുറച്ച് സൈക്കോളജി എല്ലാം പഠിച്ചു ഉപ്പയാണെങ്കിൽ ഒരു രക്ഷയില്ല ഈ പെണ്ണുങ്ങൾക്ക്. ഈ പെണ്ണ് എന്തെങ്കിലും ചെയ്താൽ അങ്ങനല്ല മക്കളെ വളർത്തേണ്ടത്, അങ്ങനെ എന്തിനുണ്ടാവും ഒരു തിരുത്ത്. ഇയാളോട്ട് നോക്കുകയും ചെയ്യില്ല, ഈ പെണ്ണിനോട്ട് നോക്കാൻ വിടുകയും ചെയ്യും. അങ്ങനെ ഉണ്ട് ചില ആൾക്കാർ. എല്ലാരും അല്ല. ഇനി ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ അടുത്ത് പോയി വിചാരിച്ചോ, കുട്ടികളെന്തോ വാശി കുരുത്തക്കിടക്കായിട്ട് ആ തങ്ങൾ ആ ഉസ്താദ് പറഞ്ഞു അത് പ്രശ്നം നോക്കണ്ട, മാറും, 41 ദിവസം ബദരീങ്ങളെ പേരിൽ യാസീൻ ഓതിയാ മതി. അന്നേരം തന്നെ ഈ ആണുങ്ങൾ എന്താ ചോദിക്കുന്നത്? തല ചൊറണോണ്ട് അത് ഞാനെന്നെ ഓതണ അല്ല ഓളെ കൊണ്ട് ഓതിപ്പിച്ചാൽ മതി. അല്ല നമ്മൾ എന്തിനാ ഇപ്പൊ ജീവിക്കണത്? നമുക്ക് ആരോടാണ് കമ്മിറ്റ്മെന്റ്? ടോയ്ലറ്റ് പോയി തീയരുത്. ടോയ്ലറ്റ് പോയാൽ കുട്ടി കാഷ്ടിച്ച പമ്പേഴ്സായിട്ട് അവിടെ വെച്ചിരുന്ന അമ്മ ചൂടാവും. എന്തിന്? പമ്പേഴ്സ് ഉണ്ടാവണം. എന്താ പമ്പേഴ്സിനുള്ള നജസ്? ആരുടെ കുട്ടീന്റെ? ആരുടെ കുട്ടീന്റെ? അപ്പൊ കുറച്ചൊരു ഡായ്പലം നിർത്തിയിട്ട് മര്യാദക്ക് നല്ല മനുഷ്യനാവും. ഉപ്പയും ഉമ്മയും സ്വാലിഹീങ്ങളെ ജീവിതം നയിക്കുമ്പോ മക്കൾ അതിനനുസരിച്ച് നന്നാവും. അൽ വലദു അലാ സിർരി വാലിദൈഹിന, മാതാപിതാക്കളെ രഹസ്യ ജീവിതം പോലിരിക്കും മക്കളുടെ ജീവിതം. ഉപ്പ ഹറാമ കണ്ടിട്ട് വീട്ടിൽ ഭാര്യന്റെ അടുത്തേക്ക് വരുമ്പോ ഫോണിലെല്ലാം ഡിലീറ്റ് ആക്കിയിട്ടാ വരുന്നത്. മക്കളതിനനുസരിച്ച് കേടുവരും. ആരെ പറ്റിക്കാൻ? എത്ര കാല ഇത് പറ്റിക്കല്? എത്ര കാലം നമ്മള് പറ്റിക്കണം? നമ്മുടെ ജീവിതം പോലെ ഇരിക്കും മക്കളെ ജീവിതം. വളരെ വിശദമായി ഷെഹ്റാനി ഇമാം തന്നെ അവരുടെ പല കിതാബുകളിലും വിവരിക്കുന്നത് കാണാം. എന്തിനധികം നമ്മളെ ജീവിതം നന്നായി നമ്മളെ വീട്ടിലെ വളർത്തുന്ന മൃഗങ്ങൾക്ക് വരെ നല്ല സ്വഭാവം ഉണ്ടാവുക. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹുവിന്റെ വാക്കുകൾ ഉദ്ധരിച്ച് മഹാനായ ഇമാം ഷെഹ്റാനി തങ്ങളുടെ ലവാഖിഹിലും തംബീഹുൽ മുഖ്തരിയിലൊക്കെ കാണാം. നമ്മുടെ ജീവിതം നന്നായി വടി നേരായാലേ അതിന്റെ നിഴലും നേരെയാവുള്ളൂ. വടി വളഞ്ഞ നിഴലും വളയും, ഉറപ്പായിട്ടും വളയും. ഞാൻ നിങ്ങളോട് വെറുതെ ഒരു ചോദ്യം ചോദിക്കാം, ഉത്തരം വേണ്ട കേട്ടോ. ഉത്തരം പറയേണ്ടി വന്നാൽ ഞാനും നിങ്ങളും തെറ്റും. അതുകൊണ്ട് എനിക്ക് സുഖമായിട്ട് നാട്ടിലേക്ക് എത്തണം, നിങ്ങളൊന്ന് തടയാതെ. അതുകൊണ്ട് ഉത്തരം വേണ്ട, വെറുതെ ഒരു ചോദ്യം റോക്കറ്റ് പോലെ പോയിക്കോട്ടെ, നിങ്ങൾ കേട്ടെന്ന് മാത്രം വിചാരിച്ചു. ഉത്തരം വേണ്ട. ചോദ്യം ഇങ്ങനെയാണ്: നമ്മളെ മക്കൾ നമ്മളെ കൂടുതൽ സമയം കാണുന്നത് ഖുർആൻ ഓതുന്നതായിട്ടാണോ ഫോൺ ഉപയോഗിക്കുന്നതായിട്ടാണോ? ഉത്തരം വേണ്ട. ഉത്തരം പറയാൻ ചാൻസ് നിങ്ങൾ പറയല് പിന്നെ ഈ കാലത്ത് പിന്നെ ഫോണ് അയാൾ എന്ത് ചോദ്യം, അതുകൊണ്ടാ പറഞ്ഞു ഉത്തരം വേണ്ട. നമ്മൾ വെറുതെ ചോദിച്ചത്. ഇനി നമ്മളെ മക്കളെ കാര്യം നമ്മൾ വെറുതെ ആലോചിക്കുക. നമ്മളെ മക്കൾ എന്താവുക?
നമ്മളെന്താണോ ഉപ്പ അർജന്റീനൻ ഫാൻസ് ആണെങ്കിൽ മോന് ഫ്രാൻസ് എങ്കിലും ആയിട്ട് മോശമല്ലേ, റണ്ണസപ്പ് എങ്കിലും ആണ്ടേ, ഇല്ലെങ്കിൽ മോശമല്ലേ. ഉമ്മ പാചകക്കല പഠിക്കുന്നത് യൂട്യൂബ് എന്നാണെങ്കിൽ മോളും അതിനനുസരിച്ച് തന്നെയല്ലേ ആവുള്ളൂ. നമ്മളെടുത്തുന്ന കുട്ടികൾ എന്താണ് കാണുന്നത്, എന്താണ് പഠിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പുതിയ തലമുറയുടെ മക്കളെ ഏറെ ഭീതിയോടെ കാണണം എന്ന് തോന്നാറുണ്ട്. മക്കളുടെ കാര്യത്തിൽ ഒരു കെയർനെസ്സും ഇല്ലാതെ ജീവിച്ചു പോരാ. അള്ളാഹുവിന്റെ അമാനത്തല്ലേ നമ്മളെ മക്കൾ എന്ന് പറഞ്ഞാല്. ആ മക്കൾക്ക് ഒരു കേടും വരാതെ നോക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടി അല്ലേ. അവൻ ആരോടൊപ്പമാണ് കൂട്ടുകൂടുന്നത്, അവന്റെ ക്യാമ്പസ് ഏതാണ്, ജനറൽ ന്യൂട്രാലിറ്റി കാലമല്ലേ ഈ കാലം. അവനക്ക് ജുമാക്ക് പോലും പോകാൻ സൗകര്യമുള്ള ഇല്ലാത്ത കലാലയത്തിൽ ചേർത്തിട്ട് ഹാസ്ബീനും ഹാഡ്ബീനും ഒക്കെ പഠിച്ചിട്ട് എന്താ കാര്യം? ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ട് സംസാരിച്ചിട്ട് എന്താ കാര്യം? BDSഉം ഫാംഡിയും എടുത്തിട്ട് എന്താ കാര്യം? ആ കുട്ടീന്റെ ദീനല്ലേ ഒലിച്ചു പോകുന്നത്. ഇർഷാദുൽ ഹയാറ എന്ന ഗ്രന്ഥത്തിൽ യൂസുഫ് നബ്ഹാനി തങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ ഏത് കലാലയത്തിലാണ് മക്കളെ പഠിപ്പിക്കേണ്ടത് എന്ന ജാഗ്രത നമുക്കുണ്ടാവണം. ഉറപ്പല്ലേ? ഞാനിപ്പോ ഈ സംഘാടകരോട് നേരത്തെ തന്നെ പ്രസംഗം തുടങ്ങുമ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കാം, ഒരു ഗ്ലാസ് ചൂടുവെള്ളം പ്രസംഗത്തിന്റെ ഇടയിൽ വേണം, നല്ല ചൂട് വേണം എന്നുകൂടി പറഞ്ഞു. പ്രസംഗത്തിന്റെ ഇടയിൽ ഞാൻ ഇവരോട് വെള്ളം ചോദിച്ചപ്പോൾ ആ വെള്ളം വളരെ കൂളാണ്, ടു കോൾഡാണ്, വളരെ തണുപ്പാണ്. ഞാൻ ചോദിച്ചു, വെള്ളം നിങ്ങളോട് ചോദിച്ചത് ചൂടുള്ള? അപ്പൊ അവര് പറയാണ്, വെള്ളം ചൂടുള്ള തന്നെയാണ് ഉസ്താദേ ഇവിടെ മേശപ്പുറത്ത് വെച്ചത്, അത് കൂളറിന്റെ അടുത്ത് വെച്ചിട്ട് തണുത്തതാണ്. കണ്ടോ കണ്ടോ? ഇതേപോലെയാണ് നമ്മളെ മക്കൾ ആരുടെ കൂടെയാണോ കൂടുന്നത് അതിനനുസരിച്ച് തണുപ്പനാവും. ഓന് SLC വരെ നമ്മളെ കലാലയത്തിൽ നമ്മളെ സ്കൂളിലൊക്കെ പഠിച്ചോണ്ട് ളുഹുർ അസറൊക്കെ അവല് നിസ്കരിക്കാറുണ്ടായിരുന്നു. ഹയർ സെക്കൻഡറി ക്യാമ്പസിൽ പോയത് ജുമാക്ക് പോലും വിടാത്ത ക്യാമ്പസാണ്. ആ ക്യാമ്പസിൽ പോയാൽ ഓൻ തണുപ്പനായി മാറുന്നു. കേട്ടോ, തണുപ്പനാവുന്നാണ് പറഞ്ഞത്. അതാണ് ഇർഷാദുൽ ഹയാറ എന്ന ഗ്രന്ഥത്തിൽ യൂസുഫ് നബ്ഹാനി റഹ്മഹുല്ലാഹ് പറയുന്നത്. നല്ല ശ്രദ്ധിക്കണം. എനിക്കാണോ വെള്ളം എടുക്കണം? ഉദാഹരണം വെറുതെ പറഞ്ഞതാ മനുഷ്യൻ. എന്നാ പിന്നെ ഒരു സേവനപ്പാറ്റം പറയാനേ ഉള്ളൂ. അപ്പൊ പറഞ്ഞു വന്നതേ, ഞാൻ നിർത്തി പറഞ്ഞു നമ്മളെ മക്കൾ നന്നാവണമെങ്കിൽ നമ്മൾ അങ്ങ് നന്നാവും. നമ്മൾ സുന്നത്തൊക്കെ നിസ്കരിക്കാം, മക്കളും സുന്നത്ത് നിസ്കരിക്കും. ഉപ്പ സുന്നത്ത് നിസ്കരിക്കുന്ന ഉപ്പയാണെങ്കിൽ മക്കൾ എങ്ങനെയാ സുന്നത്ത് നിസ്കരിക്കാതിരിക്കാം? ഉപ്പ ബ്ലൂടൂത്ത് അടിച്ചിട്ട് ഫുള്ള് ഇങ്ങനെ ഗെയിമിലും കളിയിലും. ഇത് എത്ര കാലം ഈ ഭീഷണി തുടരുക? എത്ര കാലം ഈ കുട്ടികൾ ഇത് ഉൾക്കൊള്ളുക? എത്ര കാലം? ഈ നിയറസ്റ്റ് ഇന്ന് വൈകുന്നേരം ഒരു ന്യൂസ് കേട്ടിട്ടില്ല, ഒരു കുട്ടി ആത്മഹത്യ ചെയ്തത് ഇവിടെ അടുത്ത് വെച്ചിട്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയ തുറക്കുമ്പോഴേക്ക് രാത്രി എവിടെയാന്നൊക്കെ കറക്റ്റ് കിട്ടും. എന്തിനു വെച്ചാൽ ഒന്ന് ചൂടായതിന് ഫോൺ എടുത്തതിന് ഉപ്പ. അത്രയും ലിബറലിസം തലക്ക് പിടിച്ചിട്ടുള്ള ന്യൂജൻ കാലത്താ നമ്മൾ ജീവിക്കണം. അതിന് ആത്മീയ പരിഹാരമല്ലാതെ വേറെന്ത് പരിഹാരം നമ്മൾ കൊടുക്കുക? അള്ളാഹുവിനോട് പറയാം, നമ്മൾ സ്വാലിഹ്യങ്ങളായി ജീവിക്കുക, ഹലാലായ ഫുഡ് മാത്രം കുട്ടികൾക്ക് കൊടുക്കുക, എങ്കിൽ കുട്ടികൾ നന്നായി. ഞാൻ ഒരൊറ്റ ചരിത്രം പറഞ്ഞ് സംസാരം നിർത്തുക. ഈ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ ആശയത്തിനോട് ശക്തിപ്പെടുത്തുന്ന ഒരാശയമാണ് ചരിത്രത്തിലൂടെ വരുന്നത്. ബിസിനസ്സുകാരനായ സ്വാലിഹായി ജീവിക്കുന്ന ഒരാൾ, അദ്ദേഹം കച്ചവടം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ വൈഫ് ചോദിച്ചു, നിങ്ങൾ ഇന്ന് എന്തെങ്കിലും ഹറാമ് ചെയ്തിനോ? നീ എന്താ അങ്ങനെ ഒരു അനിതര സാധാരണമായി ചോദ്യം ഉരുണ്ട് കളിക്കണ്ട, സത്യം പറഞ്ഞാൽ മതി. ചെയ്തിനെങ്കിൽ ചെയ്തു, ഇല്ലെങ്കിൽ ഇല്ല. യെസ് ഓർ നോ. നിങ്ങൾ ഹറാമ് ചെയ്തിട്ടെങ്കിൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞോളി, ഒരു പ്രശ്നമില്ല. നിങ്ങൾ ചെയ്തിനോ ഇല്ലയോ? നിങ്ങൾ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയൂ, ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയൂ. നിങ്ങൾ ഹറാമ് ചെയ്തിനോ ഇല്ലയോ? ചെയ്തിന്. എന്താ ഹറാമ് ചെയ്തെന്ന് പറയൂ. ഇന്നൊരു സുന്ദരിയായ പെൺകുട്ടി ഷോപ്പിൽ പർച്ചേസിന് വന്നപ്പോ അവൾ പർച്ചേസ് ചെയ്ത് സാധനം ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് അവളെ സോഫ്റ്റ് കൈ ഞാനൊന്ന് ഇങ്ങനെ മിനുസത്ത് ഇങ്ങനെ പിടിച്ചിട്ടാ പോയത് അല്ലേ, അത് ഇവിടെ കിട്ടീന് മനുഷ്യ കേട്ടാ. അപ്പൊ ഈ ഭർത്താവ് ഭാര്യനോട് ചോദിച്ചു, നമ്മുടെ ഷോപ്പും വീടും ഫാർ എവേ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതെങ്ങനെ ഞാൻ ഒരു ഹറാമ് ചെയ്ത് നീ അറിഞ്ഞത്? അപ്പൊ ഇയാള് തിരിച്ച് മറുപടി ഇയാളോട് ഭാര്യ പറയാം, സാധാരണ 2-3 ആഴ്ചത്തേക്ക് 1 മാസത്തേക്കൊക്കെ ഇവിടത്തേക്ക് സാധനം കൊണ്ടുവരുന്ന ആളെ നിങ്ങൾ ഒരു ഏൽപ്പിച്ചിട്ടില്ലേ? ചരക്കുകാരൻ, ചുമട്ടുകാരൻ, മെയ്തപ്പൊടി, ചായപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടി, അയാൾ കൊണ്ടുവന്നിട്ട് ഇതാ കൊണ്ടുവച്ചിട്ടുണ്ട് എന്ന് അനൗൺസ് ചെയ്തിട്ട് പോക്കല്ലേ? അതെ. കുറെ കഴിഞ്ഞിട്ട് ഞാൻ വാതിൽ തുറന്നിട്ട് സാധനം എടുത്തോക്കലല്ലേ? അതെ. അങ്ങനെ ഇന്ന് അയാള് വാതിൽ മുട്ടി അയാൾ പോയിട്ടുണ്ടാവും. അയാൾ പോകാനുള്ള സമയമൊക്കെ ഞാൻ ഉള്ളിൽ വെയിറ്റ് ചെയ്തിട്ട് വാതിൽ തുറന്ന് സാധനം എടുക്കുമ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അയാൾ പോയത്. വിത്ത് ഗുണം 10 ഗുണം. ഗൾഫിൽ നിന്ന് ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടി
ആ പെൺകുട്ടിയുടെ ഡ്രസ്സ് കോലക്കേടിലോ അല്ലെങ്കിൽ സ്റ്റാഫ് റൂമിലെ ഏതെങ്കിലും ടീച്ചർ മറ്റോ അവളുടെ ശരീരം ഭർത്താവ് കോളേജിൽ നിന്നോ ഗൾഫിലോ ഓഫീസിൽ നിന്നോ നോക്കിയാൽ പാത്തുമ്മാനെ നോക്കാൻ ആരെങ്കിലും ഉണ്ടാവും എന്നാണ് പറഞ്ഞതിന്റെ മലയാളം. അത് ഡിലീറ്റ് ആക്കിയിട്ടൊന്നും കാര്യമില്ല. അൽ വലതു അലാ സിർരി വാലിദൈഹി. നമ്മളെ ഭാര്യന്റെ സ്വഭാവം മോശമായാൽ അപ്പോൾ തന്നെ മനസ്സിലാക്കുക നമ്മളെന്തോ ഹറാമ് ചെയ്തിട്ടുണ്ട് എന്ന് കിതാബുകളിൽ കാണാം. ഷഹറാനി ഇമാം അത് വളരെ വിശദീകരിച്ച് തംബീഹുൽ മുഖ്തനിൽ പറയുന്നുണ്ട്. നമ്മളങ്ങ് നന്നാവലാണ് എല്ലാം നന്നാവാനുള്ള വഴി എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ നമ്മളങ്ങ് നന്നാവുക. ഈ സംസാരമൊക്കെ അള്ളാഹ് പൊരുത്തപ്പെടുന്ന ഒരമലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മളെ മജ്‌ലിസ് അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈ സ്ഥാപനത്തിലെ നല്ല ഹിഫ്ളല്ലേ പഠിക്കുന്ന മക്കൾ ദ്വാരക്കണം കേട്ടോ. അല്ലാഹു നമ്മളെ മക്കളെയൊക്കെ ഉഖ്റവിയായ ആലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളുമായി സ്വീകരിക്കുമാറാവട്ടെ. ഇതിന് നേതൃത്വം നൽകുന്ന ഉസ്താദുമാർ, കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കുട്ടികളുടെ ഒരു വർഷത്തെ ചെലവ് 25,000 രൂപ നേരത്തെ മദനിയും സഖാബ് ഉസ്താദ് പറയുന്ന കേട്ടു. നേരത്തെ കമ്മിറ്റിക്കാരും പറഞ്ഞു. അത് നമുക്ക് ഒരു പക്ഷെ കഴിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എനിക്കൊട്ടും നേരമില്ല. ഇന്ന് രാത്രി കുറച്ച് വലിയൊരു ഗ്രാൻഡ് പരിപാടിയിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ടും അല്പം ദൂരത്തായതുകൊണ്ടും ഞാൻ കുറച്ച് ധൃതി പിടിച്ചു പോകണം എന്ന് വിചാരിച്ചതാണ്. നിങ്ങളുടെ ആവേശമുള്ള മുഖം കണ്ടിട്ട് കുറച്ച് അധിക സമയം പറഞ്ഞു പോയതാണ്. ഇറ്റ് ഈസ് ടു ലേറ്റ്. എന്നാലും എല്ലാവർക്കും ഏറ്റെടുക്കാൻ പറ്റുന്ന ചെറിയ സംഖ്യ പറഞ്ഞ് ദ്വാരക്കുന്നതിന് ഉത്തരം കിട്ടുന്നതിന് ഒരു ഇജാബത്തിന് സാധ്യത പറഞ്ഞ് ഒരു 10 ആള് ഈ മക്കളുടെ ഭാവി പഠനത്തിന് ഇവർ ഹിഫ്ള് പഠിച്ച് വളർന്ന് അവരെത്ര ഖത്തുമോദി തീർക്കുന്ന അതിൻ്റെ ഒക്കെ കൂലി കിട്ടുന്ന ഒരു രീതിയിൽ 10 ആൾക്കാർ 1000 രൂപ തരാൻ പറ്റുന്ന ഒരു 10 ആൾ കൈവൊക്കെ 10 ആള് ഒന്ന് ഒരു 9 ആൾ കൂടി 2 3 വേഗം പറയും 4 5 6 7 8 9 ഒരാൾ കൂടി 10ാമത്തെ ആളാരാ? അതാ 10 പേർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമുക്കൊക്കെ അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആ 10 ആൾക്കാർ പേരൊന്ന് സംഘാടകർക്ക് കൊടുത്താൽ പിന്നെ ഫോളോ അപ്പിന് അവർക്കൊരു പ്രയാസമാവില്ല. 1000ന്റെ ഒറ്റ നോട്ടില്ലാത്തതുകൊണ്ട് ചിലർക്ക് ആശങ്ക ഉണ്ടാവും. ഒറ്റ നോട്ടുള്ള സംഖ്യ പറയൂ, ഞാൻ തരാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു 10 ആൾ 500 രൂപ ആ ചെറുപ്പക്കാരൊക്കെ തരണമെന്ന് ഞാൻ പറഞ്ഞു. കഴിവുണ്ടെങ്കിലുണ്ടോ 500 രൂപ തരാൻ പറ്റുന്ന ഒരു 10 ആൾ കൈവക്കി 500 രൂപ തരാൻ പറ്റും. 1 2 രണ്ടാളെ വലത്തെ 3 4 5 ഒരു 5 ആൾ കൂടി 5 ആൾ കൂടി ഇവിടുത്തെ സ്ത്രീകളല്ല, നല്ല സ്ത്രീകൾ, അദബുള്ള സ്ത്രീകൾ, ഒന്നും മിണ്ടുന്നില്ല. 5 സ്ത്രീകൾ, അതാ 6. ഇനി ഒരു 4 ആൾ കൂടി പറഞ്ഞ തമാം. സമയമില്ല കേട്ടോ. ഒരു 4 ആൾ വേഗം പറഞ്ഞാൽ 4 ആൾ കൂടി 500 രൂപ ഏറ്റാൽ 4 ആൾ കൂടി ആരാളെ 4 ആൾ കൂടി പറഞ്ഞാൽ അതാ 7 ആയി. ഇനി ഒരു 3 ആൾ കൂടി 3 ആൾ കൂടി ഒരു നാരിയത്ത് സ്വലാത്തല്ല, അപ്പോഴേക്കാ 3 ആളാവും. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലം സലാമൻ അലാ സയ്യിദിന മുഹമ്മദിൻ ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ വതൻഫർജു ബിഹിൽ ഖുറബാതു ഖുല്ലാ ബിഹിൽ ഹവായിജ് വദനാല ബിഹിൽ റഗായിബ് വഹ്സനുൽ ഖവാതിം വയസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ. ഒരു 3 ആൾ കൂടി 500 രൂപ പറഞ്ഞാൽ ആരാളെ? ആ ബേക്കറി ഇരിക്കുന്ന ചെക്കന്മാർ. ഓൻ തരും, നീ പറയാൻ ചെങ്കന്നല്ലേ? 8 ആളായി. ഇനി ഒരു 2 ആൾ അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അവർക്ക് അല്ലാഹു സ്വർഗം നൽകട്ടെ. 2 ആൾ കൂടി 2 ആൾ കൂടി പറഞ്ഞാൽ തീർന്നു. ആരുള്ള 2 ആൾ കൂടി? 2 ആൾ തന്നെ. മാഷാ അല്ലാഹ്. അല്ലാഹു ആ കൂട്ടുകാർ സ്വർഗത്തിൽ ഒന്നിച്ചെത്തുന്ന കൂട്ടുകാരാക്കട്ടെ. ഖൈറിന്റെ അഹ്ലുകാരിൽ അല്ലാഹു അവരെയും നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഒരുപാട് ആൾക്കാർ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് സ്വാലിഹത്തായ മക്കളാവാൻ, തലയിൽ അസുഖം മാറാൻ, തൈറോയിഡിന്റെ അസുഖം മാറാൻ അല്ലാഹു ശിഫയാക്കട്ടെ. അവരുടെയും മക്കൾ, നമ്മുടെയൊക്കെ മക്കളെ നന്നാക്കട്ടെ. മക്കളില്ലാത്തവർക്ക് അല്ലാഹു നല്ല മക്കളെ കൊടുക്കട്ടെ. ഹിഫ്ളുൽ ഖുർആൻ പഠിക്കാൻ പോയ പെൺകുട്ടിക്ക് ദുആ ചെയ്യണം. സ്വാലിഹായ മക്കളാണ്. അല്ലാഹു മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. ആ മോക്ക് അല്ലാഹു ഹിഫ്ളിന്റെ ശക്തി നൽകട്ടെ. കാല് കടിച്ച് ഹജ്ജും ഉംറക്കും ചെയ്യാൻ അല്ലാഹു ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കട്ടെ. രോഗങ്ങളൊക്കെ ശിഫയാക്കട്ടെ. വീടിനുള്ളിൽ
നായ തൊട്ടിനൊന്നും സംശയക്കുട്ടി ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. അള്ളാഹു ഇവിടുത്തെ ഈ മഖബറയുടെ അവരുടെ കിടക്കുന്നവരുടെ ബർക്കത്തുണ്ട്. നമ്മളെ മക്കളെയൊക്കെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുമാറാവട്ടെ. മൂത്രസംബന്ധിയായ സംസം വെള്ളം കുടിച്ചിട്ട് നല്ല ദ്വാരണാൽ മതി. ഭക്ഷണം വെള്ളം കുടിക്കുമ്പോൾ ലീലാഫി കുറേശ്ശെ സൂറത്ത് ഓതി മന്ത്രിച്ച് കുടിച്ചാൽ മതി. അള്ളാഹു അവർക്ക് ശിഫ നൽകട്ടെ. ഗൾഫിൽ പോയി ജോലി കിട്ടാൻ പ്രശ്നം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അങ്ങക്ക് ഫാത്തിയോത് അവർ ഒരു ജാക്കാരി സംഭാവന 50 അള്ളാഹു അവരുടെ സംഭാവനയുടെ ബർക്കത്തുണ്ട്. ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹു നമ്മുടെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ റഹ്മാൻ. ഇത് നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ റബീഉൽ അവ്വൽ ആക്കല്ല റഹ്മാൻ. ഒരുപാട് റബീഉൽ അവ്വലുകൾ നമുക്ക് ഇനിയും നൽകണേ റഹ്മാൻ. ഇവിടെ പങ്കെടുത്ത ഓരോരുത്തരുടെയും മനസ്സിലുള്ള ആഗ്രഹങ്ങളെ നീ പൂർത്തിയാക്കണേ റഹ്മാൻ. ഇവിടെയുള്ള ഈ മഖബറയിൽ കിടക്കുന്നവരുടെ ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഖൈറായ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി നമ്മളെയും മക്കളെയും നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. ലക്ഷങ്ങൾ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട ഒരു രോഗവും നമുക്ക് ആർക്കും തരല്ല റഹ്മാനെ. ആരെ മുന്നിലും കൈനീട്ടേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ. നമുക്ക് തന്ന മക്കൾ തരുന്ന മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അവസാനം മരിക്കുമ്പോൾ കാമില ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നീ പൊരുത്തപ്പെട്ട രീതിയിൽ നീ നമ്മളെ പൊരുത്തപ്പെട്ട് നിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം മനസ്സിൽ വെക്കുന്ന സമയത്ത് നമ്മളെ മൗത്താക്കണേ റഹ്മാനെ. ബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി. നിങ്ങളെല്ലാ ദുആയിലുണ്ടാവണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ചരിത്രപ്രസിദ്ധമായ കണ്ണപം വെളുമ്പത്ത് മക്കം ഷെരീഫ് ഉറൂസിന്റെ 4ാം ദിവസമായി ഇന്നത്തെ ഈ സമാപന സെഷനിൽ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ഷെഫ്നാസ് കെ AM കമ്മിറ്റിയുടെ മെമ്പർ, നമുക്ക് ഏവർക്കും ഏറെ പ്രിയപ്പെട്ട ഷെഫ്നാസ് കെയെ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കണ്ണവം വെളുമ്പത്ത് മക്കാം ഷെരീഫ് ഉറൂസിന്റെ 3ാം സുദിനത്തിലെ 2ാം സെഷനിൽ മദൂർ റസൂൽ പ്രഭാഷണത്തിൽ നമ്മോട് സ്വാഗതമോദിയ കമ്മിറ്റി മെമ്പറും ഉറൂസ് കമ്മിറ്റി മീഡിയ ചെയർമാനുമായ ഷഫ്നാസ് എംപിക്കും അധ്യക്ഷത വഹിച്ച AM കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സിറാജാജി അവർകൾക്കും മുഖ്യപ്രഭാഷണം നടത്തിയ മദനിയം അബ്ദുൽ ലത്തീഫ് സഖാഫി കാന്തപുരം ഉസ്താദിനും വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിയ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഖലീൽ ബുഹാരി തങ്ങൾക്കും നമ്മോട് അവസാനമായി നമ്മോട് പ്രസംഗിച്ച അനസ് അമാനി പുഷ്പഗിരി SSF കേരള സെക്രട്ടറി കൂടിയായ ഉസ്താദിന് എൻ്റെ പേരിലും ഉറൂസ് കമ്മിറ്റിയുടെ പേരിലും AM കമ്മിറ്റിയുടെ പേരിലും 1000 നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, കണ്ണപം വെളുമ്പത്ത് മക്കാം ഷെരീഫ് ഉറൂസിന് 4ാം ദിവസമായ നാളെ രാവിലെ 8 മണിക്ക് തന്നെ എടയാർ 17ാം മൈലിൽ നിന്നും ഘോഷയാത്ര ആരംഭിക്കുകയാണ്. മുഴുവൻ ആളുകളും കൃത്യസമയത്ത് തന്നെ എടയാർ 17ാം മൈലിൽ എത്തിച്ചേർന്ന് ഘോഷയാത്രയിൽ അണിചേർന്ന് ഹിദായത്ത് നഗറിൽ എത്തിച്ചേരണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം നാളെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഭിമന്യരായ നേതാക്കന്മാർ സയ്യിദുൽ ഉലമ സയ്യിദ് ജുബ്രി മുത്തുക്കോയത്തങ്ങൾ, പാണക്കാട് സയ്യിദ് നാസിർ ഹൈ ശിഹാബ് തങ്ങൾ, ഷെയ്ഖുന ഉമർ ഉസ്താദ് കോയോട്, ഷെയ്ഖുന TS ഇബ്രാഹിം ഉസ്താദ്, അതോടൊപ്പം പ്രൗഢോജ്വല പ്രഭാഷകൻ നബാസ് മന്നനി പനബൂർ തുടങ്ങിയവർ നാളെ ഈ നഗരിയിലെ ഈ വേദിയിൽ എത്തിച്ചേരുകയാണ്. നിങ്ങളെല്ലാവരെയും ആ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ലേലം ആരംഭിക്കുകയാണ്. ലേല സാധനങ്ങൾ സ്റ്റേജിൽ എത്തിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു.